ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, ക്രിസ്തു യേശുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. ലോകം എമ്പാടുമുള്ള സഭയിലെ ദൈവജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിലാണ് ഈ ശുശ്രൂഷ ഇന്ന് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. സഭയിലെ ദൈവജനങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശുശ്രൂഷ നടത്തി വരികയായിരുന്നല്ലോ. ഇന്നത്തെ ഈ ആരാധന സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ കേശവദാസപുരം പാരിഷിൽ വെച്ചാണ് നടത്തപ്പെടുന്നത്. ഈ ശുശ്രൂഷയിൽ എന്നോടൊപ്പം കേശവദാസപുരം ഇടവയുടെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട രാജീവ് വർഗീസ് അച്ഛനും നന്ദൻകോട് ഇടവക വികാരിയായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട KS ജെയിംസ് അച്ഛനും പങ്കെടുക്കുന്നതാണ്. എല്ലാ ദൈവമക്കളെയും ഈ അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ആരാധനയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രാരംഭ പ്രാർത്ഥനയോടുകൂടെ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട രാജീവ് വർഗീസ് അച്ഛൻ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ അതിവാത്സല്യമായിട്ട് സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതും പരിശുദ്ധവുമായ മനോഹരമായ ദിവസത്തിൻ്റെ പ്രഭാത സമയത്തിൽ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ തന്നെ രാജാതി രാജാവും കർത്താതി കർത്താവുമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവത്തെ ദേശത്തിൻ്റെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരുന്നുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഈ അവസരം നൽകിയിരിക്കുന്നതോർത്ത് നന്ദിയോടുകൂടെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കർത്താവെ, നിന്റെ മക്കളാവുന്ന നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതായിട്ടുള്ള ദൈവാലയങ്ങളിൽ കൂടി വരുവാനോ ഒരുമിച്ച് അങ്ങനെ ആരാധിപ്പാനായിട്ടോ ഞങ്ങൾക്ക് കഴിയുന്നില്ല. എന്നാൽ ഈ നാളുകളിൽ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ഭവനങ്ങളെ ആരാധനാലയങ്ങളാക്കി മാറ്റുവാൻ അവിടുന്ന് കാണിച്ചതായ വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഏത് പ്രതികൂലങ്ങളെയും അനുകൂല ഘടകങ്ങളാക്കി മാറ്റുന്ന ഒരു സ്വർഗീയ പിതാവ് ഞങ്ങളോടൊപ്പം ഉള്ളതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഈ പ്രതിസന്ധി ഘട്ടത്തിലും ഈ ശോധനാ വേളയിലും ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഞങ്ങളുടെ യാത്ര മുൻപോട്ട് നയിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയിരുന്നുകൊണ്ട് ഈ ആരാധനയിൽ സംബന്ധിക്കുന്നതായ എല്ലാ ദൈവജനത്തെയും അവിടുന്ന് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണം. ഇന്നത്തെ ആരാധന ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപോലെ അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കണമേ. ഞങ്ങളുടെ പാട്ടും ഞങ്ങളുടെ ആരാധനയും പ്രാർത്ഥനയും കർത്താവേ തിരുവചന കേൾവി ഒരുപോലെ അനുഗ്രഹപ്രദമായി തീരുവാൻ തക്കവണ്ണം സഹായിക്കണം. ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുന്ന എൻ്റെ എല്ലാ മക്കളെയും അവിടുന്ന് സഹായിക്കണം, അനുഗ്രഹിക്കണം. വിവിധ ഭവനങ്ങളിൽ നിന്നുകൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നതായ എല്ലാ ദൈവജനത്തെയും അനുഗ്രഹിച്ച ആരംഭം മുതൽ അവസാനം വരെ തിരുക്കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിപ്പിക്കണം. എല്ലാ മാനവും മഹത്വവും പിതാവെടുക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു മശിഹായുടെ ധന്യനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കുമാറാകണമേ. ദൈവനാമ മഹത്വത്തിനും പൂഴ്ചയ്ക്കുമായി കൊയർ പാട്ട് പാടുന്ന സമയത്ത് അവരോട് ചേർന്ന് പാടി നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രാരംഭമായി സുവിശേഷ ഗാനാവലി 49-ാമത്തെ പാട്ട് ഒന്നുമില്ലായകയിൽ നിന്നെ എന്നുള്ള പാട്ടും തുടർന്നും സുവിശേഷ ഗാനാവലി 113 അൻപ് നിന്നും ദയാപരനെ എന്നുള്ള പാട്ടും കൊയർപ്പോൾ പാടുന്നതാണ്.
പ്രൈസ് ആൻഡ് വർഷിപ്പിന് KS ജെയിംസ് അച്ഛൻ നേതൃത്വം നൽകുന്നതാണ്. ആദരവോടുകൂടെ പ്രിയ അച്ഛനെ ക്ഷണിച്ചോളൂ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഏപ്രിൽ മാസത്തിന്റെ 19-ാമത്തെ ഞായറാഴ്ച, ഏപ്രിൽ മാസം 19-ാം തീയതി ഞായറാഴ്ച നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം നൽകിയ അവസരത്തിനായിട്ടും പദവിക്കായിട്ടും കർത്താവിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. അല്പസമയം നല്ലവനായ ദൈവത്തെ ആരാധിപ്പാനായി നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ഹൃദയ കണ്ണുകളെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാണ്. നമ്മുടെ കർത്താവ് സർവശക്തനാണ്, സർവജ്ഞാനിയാണ്, സർവവ്യാപിയാണ്. നമ്മുടെ കർത്താവ് ആദിയും അന്ത്യനും അൽഭയും ഒമേഗയുമാണ്. അവന്റെ സന്നിധിയിൽ കടന്നു വന്ന് ഹൃദയപരമാർത്ഥതയോടുകൂടെ നമുക്ക് അവനെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. സങ്കീർത്തനക്കാരന് 134 പറയുന്നത് പോലെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ. കർത്താവിനെ സ്തോത്രം ചെയ്യുവീൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന കർത്താവിനെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. ഭൂമിയെ വെള്ളത്തിന്മേലെ വിരിച്ചവനെ നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. പകൽ വാഴുവാനായി സൂര്യനെ നിർമ്മിച്ച കർത്താവിനെ സ്തുതിക്കാം. രാത്രി വാഴുവാൻ ചന്ദ്രന്റെ നക്ഷത്രങ്ങളെയും നിർമ്മിച്ചവനായ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. മാത്രമല്ല, ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും തന്റെ മക്കളെ വിടുവിച്ചവനായ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ചെങ്കടലിനെ 2ആയി വിഭാഗിച്ച കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. അതിന്റെ നടുവിൽ കൂടെ തന്റെ ജനത്തെ നടത്തിയ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ട കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. മാത്രമല്ല, ഹല്ലേലൂയ, അവന്റെ ദയ എന്നുവന്നേക്കും നമ്മുടെ കൂടെ ഇരിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കാം. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവനെ നന്ദിയോടെ സ്തുതിക്കാം. ഹല്ലേലൂയ. സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്ന നല്ല ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. സങ്കീർത്തനം 90 പറയുന്ന പോലെ അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാര സ്തുതിയോടും കൂടെ കടന്നു വരുവീൻ. യഹോവ ദൈവം എന്നറിവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവനാകുന്നു. അവൻ മേയിക്കുന്ന ഹല്ലേലൂയ ആടുകളും കർത്താവെ നാം ആയിരിക്കുന്ന നന്ദിയോടെ നമുക്ക് അവനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. 33-ാം സംഘത്തിൽ പറയുന്നു, നീതിമാന്മാരെ യഹോവയിൽ ഘോഷിച്ചുല്ലസിപ്പീൻ. സ്തുതിക്കുന്നത് ഹല്ലേലൂയ, സ്തുതിക്കുന്നത് നേരിടുള്ളവർക്ക് ഉചിതമല്ല. നന്ദിയോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. 34-ാം സംഘത്തിൽ പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലുണ്ട്. ഹല്ലേലൂയ. നന്ദിയോടെ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ, 1000-10,000 സുന്ദരനായ, രാജാതിരാജാവായ, കർത്താവായ, എന്നേക്കും അനന്യനായ, അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭുവായ നമ്മുടെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. 2020 ഈ ഏപ്രിൽ മാസത്തിന്റെ ഈ ദിവസം വരെ, ഈ ഞായറാഴ്ച വരെ നമ്മെ ജയോത്സവമായി നടത്തി ആഹാരം, ഭക്ഷണം, പാർപ്പിടം, ജലം, വായു എല്ലാം നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ അവന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും, ഹല്ലേലൂയ, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചു. ഹല്ലേലൂയ. യഹോവ ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ എന്താ പകരം കൊടുക്കും? രക്ഷയുടെ മാല മാത്രം എടുത്ത് അവരുടെ നാമത്തെ കീർത്തിക്കും. ഇന്ന് പകൽക്കാലം നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ഹൃദയ പരമാർത്ഥതയോടുകൂടെ ഉന്നതനായ ദൈവം എനിക്ക് എല്ലാ ഉപകാരങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നന്മയല്ലാതെ അവനൊന്നും ചെയ്തിട്ടില്ലല്ലോ, തിന്മയൊന്നും അവൻ ചെയ്യുന്നില്ലല്ലോ, നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന നമ്മുടെ കർത്താവിനെ ഹൃദയത്തിൽ നിന്ന് നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. എല്ലാവരും സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗായക സംഘം നമുക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിക്കാം. ആരാധ്യനെ ആരിലും ഉന്നതനായവനെ എന്നുള്ള പാട്ട് പാടി നമ്മുടെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കരങ്ങൾ ഉയർത്തി ഹൃദയപരമാർത്ഥതയോടെ ഈ ഗായക സംഘത്തിൽ ഒരുമിച്ച് നമുക്ക് അവനെ ഉയർത്താം, അവരുടെ നാമത്തിന് വേണ്ടി പാടാം, അവനെ നമുക്ക് വാഴ്ത്തി സ്തുതിക്കാം. ആരാധിക്കും നിറം
സ്വർഗീയ പിതാവേ, സർവശക്തനും സർവജ്ഞാനിയും സർവ്വഭാവിയായിരിക്കുന്ന കർത്താവേ, അത്ഭുത മന്ത്രിയെ, വീരനാം ദൈവമേ, നിത്യപിതാവേ, ഇന്നലെ ഇരുന്നവന്നേക്ക് അനന്യനായ ദൈവമേ, മാറാത്തവനെ, മയങ്ങാത്തവനെ, ഉറങ്ങാത്തവനെ, ഇസ്രായേലിന്റെ പരിപാലകനെ, നാളത്തോറും ഞങ്ങളുടെ ഭാരങ്ങളാൽ ചുമക്കുന്നവനെ, ഞങ്ങളുടെ വേദനകൾ വഹിക്കുന്നവനെ, അടിപ്പിണരുകളാൽ സൗഖ്യമാക്കുന്നവനെ, ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലത്തുഭാഗത്ത് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന കർത്താവെ, ഞങ്ങളെ സ്തുതിക്കുന്നു. ഈ വേദനയുടെ വേളകളിൽ ലോകമെമ്പാടും കർത്താവ് വികസനങ്ങൾ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ ഉയർത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. കാരണം അങ്ങ് കർത്താവെ സകലത്തെയും നിയന്ത്രിക്കുന്നവരും ഭരിക്കുന്നവരുമാകിയാൽ നന്ദിയുള്ള സ്തോത്രം. അങ്ങെല്ലാം അറിയുന്നവനായിരിക്കുക സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ സൃഷ്ടികർത്താവായിരിക്കുക സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ ഭാരങ്ങൾ വഹിക്കുന്നവനായിരിക്കുക സ്തോത്രം. ഞങ്ങളുടെ വേദനകൾ അറിയുന്നതായിരിക്കുക സ്തോത്രം. ഞങ്ങൾക്ക് വിടുതലുകള്, സൗഖ്യങ്ങള് തന്റെ കർത്താവായിരിക്കുക സ്തുതിക്കുന്ന കർത്താവെ. സാറാബുകൾ ആരാധിക്കുന്ന പരിശുദ്ധനെ, കെരൂബുകൾ ആരാധിക്കുന്ന പരിശുദ്ധനെ, അത്യുന്നതങ്ങളിലെ മാലാഖമാർ സ്തുതിക്കുന്ന പരിശുദ്ധനെ, സർവസൃഷ്ടിയും സ്തുതിക്കുന്ന പരിശുദ്ധനെ, നന്ദിയോട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ ആരാധനകൾ അവിടെ സ്വീകരിക്കുമാറാകണമേ. അങ്ങ് ഞങ്ങൾക്കൂടെ മഹത്വം എടുക്കുമാറാകണമേ. കർത്താവേ, അങ്ങ് ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുക സ്തുതിക്കുന്ന പരിശുദ്ധനായ ദൈവമായിരിക്കുക സ്തോത്രം. ഞങ്ങളുടെ ആരാധനകളും സ്തുതികളും പുത്രന്റെ നാമത്തിൽ സ്വീകരിക്കുമാറാകണമേ. പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തെ ആരാധിപ്പാൻ ആദരവോടുകൂടെ അതാത് സ്ഥലങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇത്ര മഹത്വമുള്ള പദവിയെ പുഴുക്കൽക്കരുളാൻ, ഇത്ര മഹത്വമുള്ള പദവിയെ പുഴുക്കൽക്കരുളാൻ പാത്രത ഏതുമില്ല. നിന്റെ കൃപ എത്ര വിചിത്രമാവോ, പാത്രത ഏതുമില്ല. നിന്റെ കൃപ എത്ര വിചിത്രമാവോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനയും അപേക്ഷയും കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. കർത്താവേ, നിനക്ക് സ്തുതി. സ്വർലോകത്തിലിരുന്നരുളും ദേവ ഞങ്ങളുടെ താതാ, തിരുനാമം പാവനമായി പെരുമാറപ്പെട്ടിടണമേ. താതാ, നിന്നോടെ തിരുരാജ്യം വന്നിടണമേ. ഈ ഉലക
ഞങ്ങളുടെ ആത്മീയങ്ങളെ പ്രകാശിപ്പിക്കണമേ. മരിച്ചവരുടെ ഇടയിലുള്ള എഴുന്നേൽപ്പിന്റെ ദിവസത്തിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. അങ്ങയുടെ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവന പ്രത്യാശ ഞങ്ങളുടെ ആകർഷിതമായ ഞങ്ങളുടെ കർത്താവ് ദൈവമായ മെസ്സിയായ നിന്റെ സഹായം കൊണ്ട് ഞങ്ങളെ തുണയ്ക്കുകയും ചെയ്യണമേ. സങ്കീർത്തനം. ദൈവമേ, നിന്റെ ദൈവത്തോളം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ദൂതപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ചെയ്യുന്നത്. അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം കേൾപ്പിക്കണമേ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാകണമേ. നീ ഉച്ചാസ്തികൾ ഉല്ലസിക്കട്ടെ. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സുഖമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്നാൽ എന്റെ നാവ് നിന്റെ നീതിയെ ഘോഷിക്കും. ഘടനയാകും നീ ഇച്ഛിക്കുന്നില്ല, ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ. യെരൂശലേമിന്റെ മതിലുകളെ പണിയണമേ. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവാശക്തനും നിത്യനും കാരുണ്യവാനുമായ പിതാവേ, ജീവിതത്തിന് വിരോധമായി ഞങ്ങൾ ചിന്തിച്ചും പ്രവർത്തിച്ചും പോയതെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പുകളെ ഗ്രഹിക്കാതെ അശുദ്ധ വിചാരങ്ങൾക്കും നടപടികൾക്കും വിധേയപ്പെട്ടിട്ടുള്ളത് കരുണയുള്ള പിതാവിനെ പോലെ ഞങ്ങളോട് ക്ഷമിച്ച് നീതിയുടെയും വിശുദ്ധിയുടെയും മാർഗത്തിൽ ഞങ്ങളെ നടത്തണമേ. അങ്ങനെയുള്ള വിശ്വാസത്താൽ സദാ ഞങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഉറപ്പും നിത്യജീവിതത്തിനായുള്ള വാഞ്ചയും ഞങ്ങൾ സ്ഥിരപ്പെടുത്തണമേ. കർത്താവായ യേശു മശിഹാ നിമിത്തം ഞങ്ങളുടെ പ്രാർത്ഥന ദൈവത്തോടെ കേൾക്കുമാറാകണമേ. യഹോവയെ സ്തുതിപ്പീൻ. ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ. അവന്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ. കാഹളനാദത്തോടെ അവനെ സ്തുതിപ്പീൻ. വീണയോടും കിന്നരത്തോടും കൂടെ അവനെ സ്തുതിപ്പീൻ. ഉച്ചനാദമുള്ള കീഴ്ത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ. അത്യുച്ചനാദമുള്ള കീഴ്ത്താളങ്ങളോടെ അവനെ സ്തുതിപ്പീൻ. പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
പരിശുദ്ധാത്മാ നിറവിന് വേണ്ടിയുള്ള അപേക്ഷകളിൽ മൂന്നാമത്തേത്. കർത്താവേ, അങ്ങയുടെ കൽപ്പന അനുസരിച്ച് ഉയർത്തുന്ന ശക്തി പ്രാപിപ്പാനായി ഒരുമനപ്പെട്ട് കാത്തുന്ന അങ്ങയുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിന് ചെയ്തു കൊടുത്ത ആ പരിശുദ്ധാത്മവരത്തിൽ ഞങ്ങളെയും അതിലാക്കിയിരിക്കുന്നതിനാൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ കൃപാവരങ്ങളെ പ്രാപിക്കുന്നു എങ്കിലും അവയെ നഷ്ടപ്പെടുത്തി കളയുന്ന പാപ സ്വഭാവമുള്ളവരാകുന്നുവെന്ന് ഞങ്ങൾ ഏറ്റു പറഞ്ഞുകൊള്ളുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ ഞങ്ങൾ പുതുക്കേണമേ. കർത്താവേ, ഞങ്ങളെ സ്നേഹമുള്ളവരാക്കേണമേ. ഞങ്ങൾ തന്നെ സന്തോഷമുള്ളവരും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവരുമായി തീരണമേ. ഞങ്ങൾ സമാധാനം അനുഭവിക്കുന്നവരായിരിക്കണമേ. ദീർഘക്ഷമയും ദയയും ഞങ്ങൾക്ക് തരുമാറാകണമേ. ഞങ്ങൾ അങ്ങയോടും മറ്റുള്ളവരോടും ഞങ്ങളോട് തന്നെയും വിശ്വസ്തതയുള്ളവരായിരിക്കുമാറാകണമേ. സൗമ്യതയാകുന്ന അക്ഷയഭൂഷണത്താൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ദ്രിയജയം നിങ്ങൾക്ക് നൽകുമാറാകണമേ. ഇങ്ങനെ നിങ്ങൾ ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരും ആത്മാവിന്റെ വരപ്രസാദം പ്രാപിച്ചവരും സകല കാര്യങ്ങളിലും വിവേകമുള്ളവരുമായി സമാധാനവും സന്തോഷവും അനുഭവിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾ കൃപയാകണമേ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം നൽകണമേ. ദൈവമേ, നീ എന്റെ ദൈവം. അധികാരത്തിൽ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങിവട്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. എന്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു. അങ്ങനെ കാണേണ്ടത് ഞാൻ തന്നെ നോക്കിയിരിക്കുന്നു. നിന്റെ ജീവനേക്കാൾ നല്ലതാകുന്നു. എന്റെ ആഗ്രഹങ്ങൾ നിന്നെ സ്തുതിക്കും. എന്റെ ജീവകാലമൊക്കെ ഞാൻ നിന്നെ വാഴ്ത്തും. നിന്റെ നാമത്തിൽ ഞാൻ എന്റെ കൈകളെ മലർത്തും. എന്റെ കിടക്കയെ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രാണനദിയുടെ സ്മൃത പോലെ വരുന്നു. എന്റെ വായ സന്തോഷമെന്നെ സ്തുതിക്കുന്നു. നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ. നിന്റെ ചിറകിൽ എഴുതിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കുന്നു. എന്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു. നിന്റെ വലകൈ എന്നെ താങ്ങുന്നു. എന്നാൽ എല്ലാവരെയും സന്തോഷിക്കും. ശുദ്ധാത്മാവിനും സ്തുതി. സഭയ്ക്ക് വേണ്ടി വിശേഷാൽ അതിന്റെ ഒരു ഭാഗമായ സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വിശുദ്ധാത്മാവിന്റെ ദാനങ്ങളെ ധാരാളമായി നൽകണമേ. സത്യത്തിന്റെ വചനത്തെ ശരിയായി വായിച്ചു കൊടുക്കുന്ന അങ്ങയുടെ സകലവരെയും ഞങ്ങളുടെ ബിഷപ്പിനെയും ബിഷപ്പ്മാരെയും പട്ടക്കാരെയും സുവിശേഷകരെയും സേവനിമാരെയും സഭാംഗങ്ങളെയും സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, എല്ലാ ഭരണാധികാരികൾക്കും രാജ്യതന്ത്രജ്ഞന്മാർക്കും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നതിനുള്ള വിശാല മനസ്സും സകല ബുദ്ധിയും ദൈവാശ്രയം അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിന് കീഴ് അവരെ നീ നടത്തണമേ. 31-ാമത്തെ പേജിലെ സമർപ്പണ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ചിട്ടില്ല. കരുണയുള്ള കർത്താവേ, നിനക്ക് യോഗ്യമായ പഠിപ്പിക്കണമേ. കടന്നു പോകാതെ കൊടുക്കാനും മുറിവുകളെ സ്വസ്ഥതയായി കാക്ഷിക്കാതെ ഭാവിപ്പാനും ഞങ്ങൾ ഇഷ്ടം ചെയ്യുന്നത് ദൈവത്തുള്ളതായിരിക്കുന്ന നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. പിതാവായ സർവശക്തനായ
ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്കും പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യത്തിലുള്ള സത്യവും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും തത്വത്തിൽ പിതാവിന്റെ ഏകത്വമുള്ളവനും സകല സൃഷ്ടിക്കും മുഖാന്തരമായവനും മനുഷ്യരായ സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധമായ പൊന്തിയോസ് പിലാത്തോസ് എന്ന നാളുകളിൽ ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട് കഷ്ടതനുഭവിച്ച് വലിച്ചെടുക്കപ്പെട്ട് തിരുവപ്രകാരം മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവനും അവസാനമില്ലാത്ത രാജ്യത്തുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ നിയമാനുമായ യേശുവിനായ കർത്താവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോട് പുത്രനോട് സ്തുതിക്കപ്പെടുന്നവനും പാപമോചനത്തെ കുറിക്കുന്ന സ്നാനം നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം വായിച്ചു കേൾക്കുവാനായിട്ടുള്ള സമയമാണിപ്പോൾ. ഒന്നാം പാഠഭാഗമായി ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. For our first scripture reading is taken from Genesis chapter 45 verses 1 to 15. ഉൽപ്പത്തി 45, Genesis chapter 45. അപ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ മുമ്പിൽ തന്നെത്താൻ അടക്കുവാൻ വഹിയാതെ എല്ലാവരെയും എൻ്റെ അടുക്കൽ നിന്ന് പുറത്താക്കുമെന്ന് ജോസഫ് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ ജോസഫ് തന്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കൽ ഉണ്ടായിരുന്നില്ല. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. മിസ്രയീമ്യരും ഫറവോന്റെ ഗൃഹവും അത് കേട്ടു. ജോസഫ് സഹോദരന്മാരോട്, ഞാൻ ജോസഫ് ആകുന്നു, എൻ്റെ അപ്പൻ ജീവനോടിരിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവന്റെ സഹോദരന്മാർ അവന്റെ സന്നിധിയിൽ ഭ്രമിച്ചു പോയതുകൊണ്ട് അവനോട് ഉത്തരം പറവാൻ അവർക്ക് കഴിഞ്ഞില്ല. യോസഫ് സഹോദരന്മാരോട്, ഇങ്ങോട്ട് അടുത്ത് വരുവീൻ എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രയീമിലേക്ക് വിറ്റ് കളഞ്ഞു. നിങ്ങളുടെ സഹോദരൻ ജോസഫ് ആവുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റതുകൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണം. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകും. ദേശത്ത് ക്ഷാമം ഉണ്ടായിട്ട് ഇപ്പോൾ 2 സംവത്സരമായി. ഉഴവും കൊയ്ത്തുമില്ലാതെ 5 സംവത്സരം ഇനിയുമുണ്ട്. ഭൂമിയിൽ നിങ്ങൾക്ക് സമ്പത്ത് ശേഷിക്കേണ്ടതിന് വലിയൊരു രക്ഷയാണ്. നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിന് ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവമത്രേ എന്നെ ഇവിടെ അയച്ചത്. അവനെന്നെ ഫറവോന്റെ പിതാവും അവന്റെ ഗൃഹത്തിനൊക്കെ യജമാനും മിസ്രയീംദേശത്തിനൊക്കെ അധിപതിയുമാക്കിയിരിക്കുന്നു. നിങ്ങൾ ബന്ധപ്പെട്ട് എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവരോട് പറയേണ്ടതെന്നാൽ, നിന്റെ മകനായ യോസഫ് ഇപ്രകാരം പറയുന്നു, ദൈവം എന്നെ മിസ്രയീമിനൊക്കെയും അധിപതിയാക്കിയിരിക്കുന്നു. നീ താമസിയാതെ എൻ്റെ അടുക്കൽ വരണം. നീ ഗോശൻ ദേശത്ത് പാർത്ത് എനിക്ക് സമീപമായിരിക്കും. നീയും മക്കളും മക്കളുടെ മക്കളും നിന്റെ ആടുകളും കന്നുകാലികളും നിനക്കുള്ളതൊക്കെയും തന്നെ. നിനക്ക് കുടുംബത്തിനും നിനക്കുള്ള സകലത്തിനും ദാരിദ്ര്യം നേരിടാതെ ഞാൻ നിന്നെ പോഷിപ്പിക്കും. ക്ഷാമവിനെയും 5 സംവത്സരം നിൽക്കും. ഇതാ ഞാൻ തന്നെ നിങ്ങളോട് സംസാരിക്കുന്നു എന്ന് നിങ്ങളും എന്റെ അനുജനും ബെന്യാമീനും കണ്ടാലെ കാണുന്നതല്ലോ. മിസ്രയീമിൽ എനിക്കുള്ള മഹത്വവും നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം. എന്റെ അപ്പനെ വേഗത്തിലൂടെ കൊണ്ടുവരികയും വേണം. അവൻ തന്റെ അനുജൻ ബെന്യാമീനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ബെന്യാമീൻ അവനെയും കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അവൻ സഹോദരന്മാരെയൊക്കെയും ചുംബിച്ച് കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അതിനുശേഷം സഹോദരന്മാർ അവനുമായി സല്ലാപിച്ചു. മനപ്പാഠവാക്യം 7-ാമത്തെ വാക്യം, മെമ്മറി വേഴ്സ് 7. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിന് വലിയൊരു രക്ഷയാണ്. നിങ്ങളുടെ ജീവൻ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. 2-ാം പാഠഭാഗമായി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്
കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ളതായ വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 1 മുതൽ 13 വരെ. 1 Corinthians chapter 13 verses from 1 to 13. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹം ഇല്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവും ഇല്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യും. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചേർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നു പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ച കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. മനപാഠം 4-ാം വാക്യം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സുവിശേഷ ഗാനാവലി 361 ഗീതം കൊയർ ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട ലാജി വർഗീസ് അച്ഛൻ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതുമാണ്. Your name,
ഏതാനും മിനിറ്റുകൾ നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവാസന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുവാനായിട്ട് പോകുന്ന സമയമാണ്. നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ അന്തരേന്ദ്രിയങ്ങളെയും നാം ആയിരിക്കുന്ന ഭവനങ്ങളിൽ ദൈവസന്നിധിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തുടർന്നുള്ളതായ നിമിഷങ്ങളിൽ നമുക്കായിരിക്കും. സങ്കീർത്തനക്കാരന്റെ പ്രകാരം പറയുന്നു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. ഈ മനോഹരമായ വിശുദ്ധ ദിവസം ദൈവം നമുക്ക് ദാനമായിട്ട് നൽകി തന്നിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏകാഗ്രമാക്കിക്കൊണ്ട് സമർപ്പിച്ചുകൊണ്ട് തിരുസന്നിധിയിലാണ് നാം ആയിരിക്കുന്നതെന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടെ സകലവിധ ലൗകിക വിചാരങ്ങളെയും മാറ്റിവെച്ച് ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ താഴ്ത്താം, സമർപ്പിക്കാം, ഏകാഗ്രമാക്കാം. നമ്മെ തന്നെ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുക്കാം. വളരെയധികം പ്രതികൂലങ്ങളും പ്രയാസങ്ങളും നിറഞ്ഞതായ ഒരു സമയത്ത് കൂടെ നാം എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഈ തലമുറയിൽ തന്നെ നമ്മൾ ആരും കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതും അനുഭവിച്ചിട്ടില്ലാത്തതുമായ ഒരു പ്രതികൂലത്തിന് നടുവിൽ കൂടെ കടന്നു പോകുന്നു. ലോകമെങ്ങുമുള്ളതായ എല്ലാ രാജ്യങ്ങളും എല്ലാ ജനങ്ങളും ഒരുപോലെ മഹാമാരിയുടെ പ്രയാസത്തില് പ്രതികൂലത്തിൽ ആയിരിക്കുന്നതായ ഈ വേളയിൽ സഭയായി ദൈവസന്നിധിയിലേക്ക് പ്രത്യേകമായിട്ട് നമ്മുടെ കണ്ണുകളെ ഉയർത്തി കണ്ണീർ ഒഴുക്കി മുഴങ്കാലുകൾ മടക്കി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ലോകത്തെ അഫക്റ്റ് ചെയ്തിരിക്കുന്നതായ ഈ മഹാമാരിയിൽ നിന്ന് സ്വർഗത്തിലെ ദൈവത്തിനല്ലാതെ ആർക്കും വിടുതൽ നൽകുവാനായിട്ട് കഴിയത്തില്ല. ഈ ലോകത്തിൽ നടക്കുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്കാക്കി തീർക്കുവാൻ കഴിവുള്ള ഒരു സ്വർഗീയ പിതാവുണ്ട്. എല്ലാം നന്മയാണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നില്ല. എന്നാൽ ഈ ലോകത്തിൽ സംഭവിക്കുന്നതിനെ ദൈവവൈദ്യരുടെ ജീവിതത്തിൽ നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കുവാനായിട്ട് സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നാം കടന്നു പോകുന്നതായ ഈ പ്രതികൂലത്തെയും സ്വർഗീയ പിതാവിനെ നമ്മുടെ ജീവിതത്തിന് നന്മയ്ക്കാക്കി രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. പ്രത്യേകമായിട്ട് ലോകമെമ്പാടും COVID-19 അഫക്ട് ചെയ്ത് ഭാരതത്തിൽ പ്രയാസത്തിലും പ്രതികൂലങ്ങളിൽ കൂടെ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. രോഗികളായിട്ട് അനേകം പ്രിയപ്പെട്ടവരെ അവരുടെ ജീവൻ ഈ ലോകത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അനേക ഭവനങ്ങളിൽ സങ്കടവും നിരാശയും മാത്രമാണ് ഇപ്പോഴുള്ളത്. അനേക പ്രിയപ്പെട്ടവർക്ക് തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടു. മാതാപിതാക്കന്മാർക്ക് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു, കുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കന്മാരെ നഷ്ടപ്പെട്ടു, സഹോദരങ്ങൾക്ക് സഹോദരങ്ങളെ നഷ്ടപ്പെട്ടു. അങ്ങനെ വലിയ പ്രതികൂലത്തിൽ നടന്നിലൂടെ ആയിരക്കണക്കിന് ആളുകൾ ഇതിനോടകം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴും ആശുപത്രികളിലും ഭവനങ്ങളിലും രോഗികളായി ക്ഷീണാനുഭവത്തിലൂടെ കടന്നു പോകുന്നു.
എല്ലാ പ്രിയപ്പെട്ടവരും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. കൃത്യമായിട്ട് ലോകത്തിന്റെ എല്ലാ ഭരണാധികാരികളെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഈ വലിയ പ്രതികൂലത്തെ കൃത്യമായിട്ട് നിയന്ത്രിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ടുള്ളതായ സ്വർഗീയമായ പരിജ്ഞാനവും വിവേകവും ഈ പ്രിയപ്പെട്ടവർക്കൊക്കെ ദൈവത്തോട് നൽകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിന്റെ മുൻപിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ളതായ എല്ലാ ഡോക്ടേഴ്സിനെയും നേഴ്സസിനെയും മറ്റ് മെഡിക്കൽ സ്റ്റാഫുകളെയും ഈ COVID-19 പ്രതിരോധമായിട്ട് മുൻപിൽ നിന്ന് പ്രവർത്തിക്കുന്ന മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവരുടെ അധ്വാനം, ഉറക്കിളപ്പ്, അവരുടെ കഠിനാധ്വാനം, അവരുടെ ഭവനങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞ് അനേക ദിവസങ്ങളായിട്ട് നാളുകളായിട്ട് ഹോസ്പിറ്റലുകളിൽ മറ്റു ജോലി മേഖലകളിലായിരുന്നുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് ഒരുക്കുന്നതായിട്ടുള്ള പ്രതിരോധ സംവിധാനത്തിൽ കുടുംബത്തെ ഒക്കെ മാറ്റിവെച്ചിട്ട് അവരനുഭവിക്കുന്നതായിട്ടുള്ള ആ കഷ്ടതകളിൽ ദൈവത്തിന്റെ പ്രത്യേക ബലം ദൈവം അവർക്ക് നൽകി കൊടുക്കേണ്ടതായിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഡോക്ടേഴ്സിനെയും നേഴ്സസിനെയും പാരാമെഡിക്കൽ സ്റ്റാഫുകളെയും എല്ലാം നമുക്ക് ഓർത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ വലിയ മഹാമാരിയിൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുക. പ്രത്യേകമായിട്ട് നമ്മുടെ സഭാംഗങ്ങളെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അമേരിക്കൻ ഐക്യനാടുകളിലുള്ളതായ എല്ലാ ഇടവുകളെയും നമുക്ക് ഓർക്കാം. കാനഡയിലുള്ളതായ പ്രിയപ്പെട്ടവരെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലുള്ളതായ എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സിംഗപ്പൂര്, ഓസ്ട്രേലിയ, മിഡിൽ ഈസ്റ്റിലായിരിക്കുന്ന ഗൾഫ് കൺട്രീസിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കാം. ഇസ്രായേലിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ സഭാംഗങ്ങളായിട്ട് ആയിരിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെയും, പല പ്രിയപ്പെട്ടവർക്കും COVID-19 ബാധിച്ച് ഹോസ്പിറ്റലായിട്ടുണ്ട്. പലരും ഭവനങ്ങളിൽ വിശ്രമിക്കുന്നു, പലരും അത് അഫക്ട് ചെയ്തിട്ടും ക്ഷീണാവസ്ഥയിൽ ജോലിക്ക് പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും നമുക്ക് ഓർക്കാം. അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള വേളയിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ഈ പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു വലിയ കോട്ടയാവട്ടെ, ഒരു വലിയ സംരക്ഷണ കവചമായി മാറട്ടെ. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും പരിപാടികളിലേക്ക് ഏൽപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഭാരത രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരതത്തിന്റെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മന്ത്രിസഭാംഗങ്ങൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ വലിയ പ്രതികൂല ഘട്ടത്തിൽ തീരുമാനങ്ങൾ നേതൃത്വം കൊടുക്കുവാൻ, കൃത്യമായിട്ടുള്ളതായ തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കേരള സംസ്ഥാനത്തെ നമുക്ക് ഓർക്കാം. കേരള സംസ്ഥാനത്തിന്റെ ഭരണാധികാരികളെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മളായിരിക്കുന്ന നാട്ടിലെ എല്ലാ ഡിസ്ട്രിക്റ്റുകളെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ സംസ്ഥാനങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നതായിട്ടുള്ള എല്ലാ നേഴ്സസിനെയും ഡോക്ടേഴ്സിനെയും മറ്റു സ്റ്റാഫുകളെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയില്, ബോംബെയിലൊക്കെ വലിയ പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്നു. അവിടെയുള്ളതായ എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവങ്ങളിൽ ഫലമേൽപ്പിക്കാം. ഈ നാടുകളിൽ ദൈവജനം കണ്ണുനീർ ഒഴുക്കുമ്പോൾ, മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഈ വലിയ പ്രതികൂലത്തിൽ നിന്ന് ദൈവം നമ്മുടെ ദേശങ്ങൾക്ക് വിടുതൽ കൊടുക്കും. അതുകൊണ്ട് വിശ്വാസത്തോടും നമുക്ക് ഈ കാര്യങ്ങളെ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ ഓർക്കാം, സഭയുടെ നേതൃത്വത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അഭിമന്യമാണ് ബഹുമാനപ്പെട്ട പട്ടക്കാർ, സുവിശേഷകർ, സേവകന്മാർ, ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന സഭയുടെ വിശ്വാസ സമൂഹം എല്ലാവരെയും ദൈവത്തിന്റെ കണ്ണിലേക്ക് ഫലമേൽപ്പിക്കാം. ഈ ദിവസങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ എല്ലാം ദൈവമോടുന്ന കണ്ണിലെ കൃഷ്ണമണി പോലെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. അതോടൊപ്പം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന എല്ലാ മിഷണറിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിലായിരിക്കുന്ന മിഷണറിമാരെയും വിശ്വാസ സമൂഹത്തെയും ഒക്കെ നമുക്ക് പ്രത്യേകമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ രോഗികളായിട്ടും ക്ഷീണിതരായിട്ടും മറ്റ് പ്രയാസങ്ങളാൽ, മറ്റ് രോഗത്താൽ ഭാരപ്പെട്ട് ആശുപത്രികളിലും ഭവനങ്ങളിലും ഒക്കെ വിശ്രമിക്കുന്നവരുണ്ട്. COVID-19 മുൻപിൽ അവരെ ഒന്നും നമ്മൾ വിസ്മരിച്ചുകൂടാ. അങ്ങനെ രോഗികളും ക്ഷീണിതരുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കന്മാരെ, പ്രായത്തിന്റെ ക്ഷീണത്തിൽ കൂടെ കടന്നു പോകുന്നവരെ, ഉറ്റവരുടെയും ഉടയവരുടെയും വേർപാടിൽ വേദന അനുഭവിക്കുന്നവരെ, ഉറ്റവർക്ക് അവരുടെ വേർപാടിൽ അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ ശുശ്രൂഷകൾ കൊടുക്കുവാൻ, ആഗ്രഹിച്ച നിലയിൽ ശുശ്രൂഷകൾ കൊടുക്കുവാൻ കഴിയാതെ ഇരുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അങ്ങനെയുള്ള കുടുംബാംഗങ്ങളെയും ഭവനങ്ങളെയും ഒക്കെ നമുക്ക് ഓർക്കാൻ, അവർക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. രോഗികളായി ഇപ്പോഴും മറ്റു രോഗത്താൽ ഭാരപ്പെട്ട ഹോസ്പിറ്റലുകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. സ്നേഹവാനും മഹാപരിശുദ്ധനുമായിരിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ അനുഗ്രഹിക്കപ്പെടുന്നതായ വിശുദ്ധ ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാനായിട്ട് നീ തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവേ, വളരെ നാളുകളായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേവാലയങ്ങളിൽ ഒരുമിച്ച് കൂടി വരുവാനോ അങ്ങനെ ആരാധിക്കാനായിട്ടോ മഹത്വപ്പെടുത്തുവാനായിട്ടോ ഒരുമിച്ചുള്ള കൂട്ടായ്മ ആചരിക്കാനായിട്ടോ ഞങ്ങൾക്ക് കഴിയുന്നില്ല. എന്നാൽ സ്വർഗ്ഗപിതാവേ, ഇന്ന് ഞങ്ങളുടെ ഭവനങ്ങളെ ആരാധനാലയങ്ങളാക്കി മാറ്റുവാനായിട്ടും ഞങ്ങളുടെ ഭവനങ്ങളിലായിരുന്നു കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ടും നീ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് സ്തോത്രം. ലോകത്തിന്റെ എല്ലാ ഭാഗത്ത് നിന്നുകൊണ്ടും ഒരേ സമയത്ത് കർത്താവെ ഇപ്പോൾ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് കണ്ണുകളെ ഉയർത്തുകയാണ്. ദാസന്മാരുടെ യജമാന്റെ കയ്യിലേക്കും
ദാസയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്ക് വന്നതുപോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് ഉയർത്തുന്നു. കർത്താവെ, സഹായം തരുവാൻ അവിടത്തേക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഞങ്ങൾ ആശ്രയിക്കുന്നത് സഹായിക്കാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിലല്ല, യഹോവയായ ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിക്കുന്ന സ്വർഗീയപിതാവേ, പ്രത്യേകിച്ച് ഇന്ന് ലോകം കടന്നു പോകുന്നതായിട്ടുള്ള പ്രതികൂലത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രതികൂലത്തിൽ നിന്ന് കർത്താവെ, ഈ ലോകത്തിന് ഞങ്ങൾക്ക് ഒക്കെ വിടുതൽ നൽകി തരുമാറാകണം. പ്രത്യേകിച്ച് കർത്താവെ, ലോകത്തിലെ അനേക രാജ്യങ്ങളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരൊക്കെ കർത്താവെ രോഗബാധിതരായി, ക്ഷീണിതരായി, പലർക്കും പ്രിയപ്പെട്ടവരൊക്കെ നഷ്ടപ്പെട്ടതായ സാഹചര്യങ്ങളുണ്ട്. അവരെയൊക്കെ ഓർമ്മ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അമേരിക്കയിലുള്ളതായ എല്ലാ ഇടവുകളെയും ഓർമ്മ പ്രാർത്ഥിക്കുകയാണ്. ന്യൂയോർക്ക്, ന്യൂജേഴ്സി, ഫിലഡൽഫിയ സ്റ്റേറ്റുകളൊക്കെ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ വരവേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ദേശത്തുള്ളതായ ഇടവുകളെയൊക്കെ നീ കൃത്യമായിട്ട് അനുഗ്രഹിക്കണം. കർത്താവെ, അവിടെ ഞങ്ങളുടെ ഹോസ്പിറ്റലുകളൊക്കെ ജോലി ചെയ്യുന്നതായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളെയൊക്കെ സഹായിക്കണമേ. അവർക്ക് ഞങ്ങളുടെ പ്രാർത്ഥന ഒരു വലിയ താങ്ങും തണലും കോട്ടയുമായിരിക്കണമേ. സംരക്ഷണത്തെ അവർക്ക് കൊടുത്താട്ടെ. കർത്താവെ, മറ്റ് യൂറോപ്യൻ കൺട്രീസുകളെ ഓർക്കുന്നു, കാനഡയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സിംഗപ്പൂർ ഓർക്കുന്നു, കർത്താവെ, ഇസ്രായേലിനെ ഓർക്കുന്നു, വിദേശ കൺട്രികളെയൊക്കെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഭാരത രാജ്യത്തെ ഓർക്കുന്നു, ഭാരത രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിലായിരിക്കുന്നവരെ ഓർക്കുന്നു, കേരളത്തെ അവരുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവെ, പ്രതികൂലത്തിൽ കൂടെ കടന്നു പോകുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണിലെ കൃഷ്ണമണി പോലെ നീ ഓരോരുത്തരെയും പരിപാലിക്കണമേ. ആവശ്യമായ ദൈവകൃപ കൊടുക്കണം. ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നീയോട് അവരെ സംരക്ഷിക്കുന്നത് ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സഭയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഈ നാളുകളിൽ അത്ഭുതമായിട്ട് അതിശയമായിട്ട് ഞങ്ങളുടെ സഭയെ നടത്തുന്നു. ഞങ്ങളുടെ സഭയുടെ നേതൃത്വത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, അഭിയുന്ന ദേവന്മാരെയും അച്ഛന്മാരെയും സുവിശേഷകരെയും സേവന്മാരെയും ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ വിശ്വാസികളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. കർത്താവെ, നിന്റെ മക്കളെ ഒക്കെ അവിടുത്തെ സഹായിക്കണമേ. ഈ നാളുകളിൽ കർത്താവെ, ഞങ്ങൾക്ക് അങ്ങയോട് കൂടുതൽ അടുത്ത് ജീവിക്കാനായിട്ടും ഞങ്ങളെ തന്നെ സ്വയം ശോധന ചെയ്യുവാനും ഒന്ന് പരിശോധിക്കുവാനും കുറവുകളെ കണ്ടെത്തി ദൈവത്തിന് മുമ്പാകെ വിനയപ്പെടുവാനുമായിട്ടുള്ളതായ നാളുകളാക്കി ഞങ്ങളെയൊക്കെ അവിടുന്ന് തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ, മറ്റു രോഗത്താൽ ഭാരപ്പെടുന്ന ഞങ്ങൾ പ്രിയപ്പെട്ടവരെയൊക്കെ ഓർക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, കേശവദാസയുടെ വേലെ കമാൻഡർ ജേക്കബ് ജോൺ മലയാറ്റിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി ഷീല ജേക്കബ് ശ്രീന്ദ്ര ഹോസ്പിറ്റലിൽ കർത്താവെ ശീലാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നു. കർത്താവ് അത്ഭുതകരമായിട്ട് വിടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതിനെ മകളെ ഓർത്ത കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. നന്നൻകോട് ഇടവകയിലെ അന്നമുശമയുടെ സഹോദരന്റെ സഹധർമ്മിണി കർത്താവ് ന്യൂയോർക്കിലെ കോവിഡ് ബാധിച്ച് ക്ഷീണാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നു. ദാസിയും അവിടുത്തെ കരങ്ങളിലേക്ക് ഈ സമയത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ്, ഞങ്ങൾ അറിഞ്ഞുമറിയാതെയും രോഗികളും ക്ഷീണിതരുമായിരിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. കർത്താവ്, മറ്റ് പ്രതികൂലങ്ങൾ, പ്രയാസങ്ങൾ, ദൈവമേ, ഈ നാളുകളിൽ ദാരിദ്ര്യത്തിൽ കൂടെ കടന്നു പോകുന്നവരെ ഓർക്കുന്നു. ഒറ്റപ്പെട്ട് കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, പ്രതികൂലങ്ങൾ, ജോലിക്ക് പോകുവാൻ കഴിയാതെ ഭവനങ്ങളിൽ തന്നെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. കർത്താവെ, ബുദ്ധിമുട്ടുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുന്നു. ആ ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലും ഒക്കെ ആയിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും എല്ലാ വിഷയങ്ങളും അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ തന്നതായ നല്ല നിമിഷങ്ങൾക്കായിട്ട് സ്തോത്രം. സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന ചെവിചാഴ്ച കേട്ടിരിക്കാൻ സ്തോത്രം. മാനമോത്തും പിതാവിടുന്ന യേശുമിശിഹായുടെ ധന്യനാമത്തിലെ അടിപൊളി രാജ്യം കൃപയോടെ കേൾക്കുമാറാകണമേ. ഇപ്പോൾ കൊയർ ഞാനും എനിക്കുള്ള സർവസ്വവും എന്നുള്ള പാട്ട് പാടുമ്പോൾ സ്തോത്രകാഴ്ച എടുക്കപ്പെടുന്നതുമായി സർവസ്വവും ദൈവത്തിൻ ദാനമെന്നോർത്തിടും ഞാനും കുടുംബവും സേവിച്ചിടും യാതെന്ന ദൈവത്തെ എന്നുമെന്നും. ഞാനും കുടുംബവും സേവിച്ചിടും യാതെന്ന ദൈവത്തെ എന്നുമെന്നും. എൻ ഗേഹം ദൈവ
ദൈവത്തെ എന്നുമെന്നും സന്തോഷ സന്താപവേളകളിൽ ഒന്നായാണ് തൻ സന്നിധിയിൽ സന്തോഷ സന്താപവേളകളിൽ ഒന്നായാണ് തൻ സന്നിധിയിൽ സ്നേഹിച്ചിടും ക്ഷമിച്ചിടും കരുതിയിടും തമ്മിൽ തമ്മിൽ സ്നേഹിച്ചിടും ക്ഷമിച്ചിടും കരുതിയിടും തമ്മിൽ തമ്മിൽ ഞാനും എനിക്കുള്ള സർവസ്വവും ദൈവത്തിൻ ദാനമെന്നോർത്തിടും ഞാനും കുടുംബവും സേവിച്ചിടും യാതെന്ന ദൈവത്തെ ഇന്നുമെന്നും നാഥനെനിക്കേകും ദാനമെല്ലാം സ്നേഹത്തിൽ ഏവർക്കും പങ്കുവയ്ക്കും നാഥനെനിക്കേകും ദാനമെല്ലാം സ്നേഹത്തിൽ ഏവർക്കും പങ്കുവയ്ക്കും ദുഃഖിതർക്കും പീഡിതർക്കും ആവോളം നന്മ ചെയ്യും ദുഃഖിതർക്കും പീഡിതർക്കും ആവോളം നന്മ ചെയ്യും ഞാനും എനിക്കുള്ള സർവസ്വവും ദൈവത്തിൻ ദാനമെന്നോർത്തിടും ഞാനും കുടുംബവും സേവിച്ചിടും യാതെന്ന ദൈവത്തെ ഇന്നുമെന്നും സ്തോത്ര കാഴ്ചയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നല്ല ദാനങ്ങളുടെയും ദാതാവായിരിക്കുന്ന ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെറിഞ്ഞിട്ടുള്ള എല്ലാ നന്മകൾക്കായിട്ടും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ വെറും കൈയായി വരരുത് എന്നുള്ളതായിരിക്കുന്ന ദൈവവചനം ഞങ്ങൾ ഓർക്കുന്നു. നാഥ, അങ്ങ് ഞങ്ങൾക്ക് തന്നിട്ടുള്ള നന്മയുടെ ഒരു പങ്ക് സ്തോത്രത്തോടുകൂടെ കാഴ്ചയായിട്ട് അർപ്പിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഈ സ്തോത്ര കാഴ്ചയിൽ പങ്കുചേർന്നതായിരിക്കുന്ന ദൈവജനത്തിനായിട്ട് സ്തോത്രം. കർത്താവ് ഇതിനെ വാഴ്ത്തി അനുഗ്രഹിച്ച് അങ്ങനെ നാമത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമാക്കി തീർക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ലോകം എമ്പാടുമുള്ളതായിരിക്കുന്ന സഭയിലെ ദൈവജനങ്ങൾക്ക് വേണ്ടി ഓൺലൈൻ ആരാധന ക്രമീകരിപ്പാൻ സർവശക്തനായ ദൈവം ഈ നാളുകളിൽ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷ സഭയിലെ ദൈവജനങ്ങൾക്ക് ഏറെ അനുഗ്രഹപ്രദമാകുന്നു എന്നുള്ളതായ വാർത്ത നിങ്ങൾ വിളിച്ചറിയിക്കുന്നുള്ള സന്തോഷം കൂടെ പ്രത്യേകമായിട്ടും ഞങ്ങൾ അറിയിക്കുകയാണ്. ദേവാലയങ്ങളൊക്കെ അടഞ്ഞു കിടക്കുന്നതായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ പ്രിയരെ നാം ആയിരിക്കുന്നത്. എന്നാലും കോവിഡ് വന്നതിന് സ്തോത്രം എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയുവാൻ കഴിയും. കാരണം നമ്മളും നമ്മുടെ ഭവനങ്ങളുമൊക്കെ ദൈവത്തിന്റെ മന്ദിരങ്ങളായി മാറി. ഒരുപക്ഷെ നമ്മുടെ ആരാധനയ്ക്കും നമ്മുടെ പ്രാർത്ഥനയ്ക്കുമൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചതായ ദിനങ്ങളായിരുന്നു. എല്ലാം ദൈവം തന്റെ മക്കൾക്ക് നന്മയ്ക്ക് വേണ്ടി മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുള്ളതായ ബോധ്യവും നമുക്കുള്ളത് കൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ചും സെന്റ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയിലെ ദൈവജനത്തിന്റെ സ്നേഹവും കരുതലും പ്രോത്സാഹനവും ദൈവസന്നദ്ധിയിൽ മഹത്വമേറിയതാണ്, ശ്രേഷ്ഠകരമാണ്. സഭാ നേതൃത്വം നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. പല പ്രിയപ്പെട്ടവരെ വിളിച്ച് പറയുകയുണ്ടായി, ഈ ആരാധന നടക്കുന്ന സമയങ്ങളിൽ ഞങ്ങളും ഞങ്ങളുടെ ഭവനങ്ങളിൽ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഞങ്ങൾ ആ സമയത്ത് നിങ്ങളുടെ സ്തോത്ര കാഴ്ചയും ഞങ്ങൾ അർപ്പിക്കുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി. ഒരു വശങ്ങളിൽ ഞങ്ങൾ ആരും ചിന്തിക്കാത്തതായിരിക്കുന്ന വിഷയമാണ്. സഭയിലെ ദൈവജനങ്ങൾ ആരാധനയിൽ പങ്കെടുക്കുന്നു എന്ന് മാത്രമല്ല, അവർ പള്ളിയിൽ പോയി ചെയ്തതായിരിക്കുന്ന അതേ ശുശ്രൂഷ അവരുടെ ഭവനങ്ങളിലും ചെയ്യുന്നുണ്ട്.
മറ്റു ചിലരെ വിളിച്ചു പറയുകയുണ്ടായി ഉപോഷണ വാരം അല്ലെങ്കിൽ കഷ്ടാനുഭവ ആഴ്ചയിൽ അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതായിരിക്കുന്ന തുക ഞങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. മറ്റു ചിലർ ഓരോ മാസത്തിലുള്ളതായിരിക്കുന്ന പിരിവുകൾ ഏപ്രിൽ മാസത്തിൽ തന്നെ ആദ്യത്തെ ഞായറാഴ്ച ബൈബിൾ സെമിനാരിയുടെ പിരിവുണ്ട്. അതുപോലെ തന്നെ ഏപ്രിൽ മാസം അവസാന ഞായറാഴ്ചയിൽ ഡെവലപ്മെന്റ് ഫണ്ടിന്റെ പിരിവുമുണ്ട്. ഇതിനുള്ളതായിരുന്ന സർക്കുലർ ബൈബിൾ സെമിനാരിയുടെ സർക്കുലർ അയച്ചുവെങ്കിലും പോസ്റ്റൽ ഓഫീസുകളൊക്കെ അടഞ്ഞു കിടന്നത് കൊണ്ട് അത് ഇടപെടലൊന്നും ലഭിച്ചിട്ടില്ല. നമുക്ക് ആ സമയത്ത് പള്ളിയൊക്കെ അടഞ്ഞു കിടക്കുക. ഡെവലപ്മെന്റ് ഫണ്ടിന്റെ കാര്യവും അത് തന്നെയാണ്. അത് ഏപ്രിൽ അവസാനത്തെ ഞായറാഴ്ച നടക്കേണ്ടതായ കാര്യവും. എന്നാൽ സഭയിലെ ജനങ്ങളൊക്കെ ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുന്നു. അതിനുവേണ്ടിയുള്ളതായിരിക്കുന്ന തുകയൊക്കെ അവർ മാറ്റിവെക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ്. അഭിയോന്യ മുസ്ലിം ബിഷപ്പ് തിരുമേനി COVID-19 റിലീഫ് ഫണ്ടിനെ കുറിച്ച് തന്റെ വോയിസ് മെസ്സേജിൽ കൂടിയും പ്രസംഗങ്ങളിൽ കൂടിയും സഭാജനത്തെ ഓർമ്മിപ്പിക്കുകയുണ്ട്. നമ്മുടെ കൂട്ടങ്ങളിൽ ധാരാളം പ്രിയപ്പെട്ടവർ ഭാരപ്പെടുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും പ്രയാസപ്പെടുന്ന അനേക സഹോദരി സഹോദരന്മാർ നമ്മുടെ സഭയിലുണ്ട്. അവരെയൊക്കെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ കടമയാണ്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ അച്ഛന്മാരുടെ നേതൃത്വത്തിൽ ദൈവജനത്തിന്റെ സഹകരണത്തോടെ ഇടവക ചുമതലക്കാരുടെയും സെന്ററിന്റെയും ഡയോസിസിന്റെയും ഒക്കെ സഹകരണത്തോടെ പല സ്ഥലങ്ങളിലും ഫുഡ് പാക്കറ്റുകൾ അവർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരെയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് കോവിഡ് റിലീഫ് ഫണ്ടിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അർഹരായിരിക്കുന്ന അനേകരെ നമ്മൾക്ക് ആ നിലയിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതും സന്തോഷത്തോടു കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സഭയിലെ പ്രവർത്തകരായിരിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാര്, സുവിശേഷകന്മാര്, സെവിന്മാര്, ഈ നാളുകളൊന്നും അവർക്ക് ആർക്കും ദേവാലയങ്ങളിൽ കടന്നുപോയി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ജനം അവരെ വിവിധങ്ങളായ കരുതുന്നു എന്നുള്ളത് കേൾക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അവർക്ക് ലഭിക്കേണ്ടതായിരിക്കുന്ന അലവൻസും അവർക്ക് ലഭിക്കേണ്ടതായിരിക്കുന്ന മറ്റെല്ലാ നന്മകളും കൊടുക്കുവാൻ ദൈവജനമായിരിക്കുന്ന നാം ബാധ്യസ്ഥരാണെന്നുള്ള കാര്യം കൂടെ പ്രത്യേകമായിട്ട് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. സെന്റ് തോമസ് ഇവാഞ്ചലിസ്റ്റ് ഓഫ് ഇന്ത്യയിലെ ദൈവജനം ദൈവവേലക്കാരെ കരുതുന്നവരും സ്നേഹിക്കുന്നവരും പ്രോത്സാഹിപ്പിക്കുന്നവരുമാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആയതിനാൽ ദൈവമായ കർത്താവ് നിങ്ങളെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു വല്ലാത്ത കാലത്തില്, ഒരു വല്ലാത്ത ലോകത്തില് നമ്മൾ എത്തപ്പെട്ടിരിക്കുകയാണ്. എത്ര ദിവസങ്ങൾ ഇങ്ങനെ മുൻപോട്ട് പോകുമെന്ന് നമുക്കറിയുകയില്ല. എന്നാൽ നാം ആരാധിക്കുന്ന, നാം സേവിക്കുന്ന നല്ലവനായ ദൈവത്തിന് അറിയാം. അവൻ ദോഷമായിട്ടൊന്നും പ്രവർത്തിക്കുകയില്ല. സഭയിലെ ഒരു അംഗം പോലും കുറഞ്ഞു പോകരുതേ എന്ന് ഞങ്ങൾ ദിനംതോറും പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ചും വിദേശ രാജ്യങ്ങളിൽ, അമേരിക്ക അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളുള്ളതായിരിക്കുന്ന നമ്മുടെ രാജ്യങ്ങളിൽ, ഓരോ രാജ്യങ്ങളിൽ ചെറിയ പാർക്കുന്നതായിരിക്കുന്ന ദൈവജനത്തിന് വേണ്ടി എല്ലാ ദിവസവും പ്രത്യേകമായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിലും ഇടങ്ങളിലും സർവശക്തനായിരിക്കുന്ന ദൈവം തന്റെ വിസ്താരമായ ചെറുകന്റെ കീഴിൽ നമ്മളെ എല്ലാവരെയും അത്ഭുതകരമായി പരിപാലിക്കും. നാം അവനുള്ളവരാണല്ലോ, നാം അവന്റെ ജനമാണല്ലോ, അവന്റെ കൈക്കിലെ ആടുകളാണല്ലോ. അവൻ നമ്മൾക്ക് വേണ്ടി കരുതുന്നവനാണ്, നമ്മൾക്ക് വേണ്ടി ജീവൻ തന്നവനാണ്. ആ നല്ല ദൈവത്തെ ഈ വേദനയുടെ നാളുകളിൽ, ഈ മഹാമാരിയുടെ നാളുകളിലും ആരാധിപ്പാൻ തക്കോണം ദൈവജനം കാണിക്കുന്ന ഒരുക്കവും ദൈവജനത്തിൻ്റെതായിരിക്കുന്ന തീഷ്ണതയും ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിൽ നിന്ന് മറന്നു പോകാതെ തന്റെ ജനത്തെ അനുഗ്രഹിക്കുകയും ആദരിക്കുകയും ചെയ്യും. ദൈവം നമ്മോട് കൂടെ ഉണ്ട്. കഷ്ടകാലത്ത് നമ്മളോട് കൂടെ ഉള്ളതായിരിക്കുന്ന ഒരു ദൈവമാണ്. അവൻ മാറിയിരിക്കുന്നവനല്ല, അവൻ മറഞ്ഞിരിക്കുന്നവനല്ല, അവൻ മയങ്ങുന്നവനും ഉറങ്ങുന്നവനുമല്ല. അവൻ എപ്പോഴും അലർട്ടായിരിക്കുന്ന ദൈവം പ്രവർത്തന നിരതനായിരിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. നമ്മൾക്ക് വേണ്ടി എപ്പോഴും ഉണർന്നിരിക്കുന്ന, നമുക്ക് വേണ്ടി എപ്പോഴും ജാഗരൂകനായിരിക്കുന്ന, നമ്മളെ എപ്പോഴും കരുണയോടെ കാണുന്ന, നമ്മൾക്ക് വേണ്ടി എപ്പോഴും കരുതലിന്റെ കരം നീട്ടുന്ന കനിവേറിയ ഒരു നാഥൻ നമുക്കുണ്ട്. ആ നല്ലവന്റെ സാന്നിധ്യം നമുക്കുണ്ട് എന്നുള്ളത് ഓർത്ത് നമുക്ക് സന്തോഷത്തോടു കൂടെ നമുക്ക് അവനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ തിരുവചനം അതിൽ നമുക്ക് തരുന്നതായിരിക്കുന്ന ഉറപ്പ് വലുതാണ്. ദൈവ തിരുവചന ഈ ദിവസങ്ങളിൽ കൂടുതൽ വായിക്കുവാനും ധ്യാനിക്കുവാനും നമ്മൾക്ക് കഴിയുമ്പോൾ ഉള്ളം കത്തുന്നതായിരിക്കുന്ന ഒരു അനുഭവവും നമ്മൾ ബലപ്പെടുന്നതായിരിക്കുന്ന ഒരു അനുഭവവും മുൻപോട്ട് നമുക്ക് പോകുവാൻ തക്കവണ്ണം ഏറിയ കൃപ ലഭിക്കുന്നതായിരിക്കുന്ന ഒരു അവസരം കൂടിയാകിയാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. സഭയുടെ നേതൃത്വത്തിൽ നിന്നുള്ളതായിരിക്കുന്ന എല്ലാ സ്നേഹവന്ദനങ്ങളും പ്രാർത്ഥനകളും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് അറിയിച്ചുകൊണ്ട് ഞാൻ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ചിന്തിപ്പാനായിട്ട് തന്നിട്ടുള്ളതായിരിക്കുന്ന ചിന്താ വിഷയം സ്നേഹത്തിന്റെ സ്വഭാവം, ദ ക്യാരക്ടർ ഓഫ് ലവ് എന്നുള്ളതാണ്. സ്നേഹത്തിന്റെ സ്വഭാവം എന്നുള്ളതായിരിക്കുന്ന വിഷയമാണ് ചിന്തിപ്പാനായിട്ട് തന്നിരിക്കുന്നത്. 2 വേദഭാഗങ്ങൾ ഇന്ന് നമ്മളിവിടെ വായിച്ച് കേൾക്കുകയുണ്ടായി. അതിൽ രണ്ടാമത്തെ ഭാഗം
1 കൊരിന്ത്യർ 13-ാം അധ്യായം ആയിരുന്നു നമ്മൾ വായിച്ചത്. അതിന്റെ 4-ാമത്തെ വാക്യം മനഃപ്പാഠമായിട്ട് നമ്മൾ വായിക്കുകയുണ്ടായി. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല. 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ സ്നേഹത്തിന്റെ സ്വഭാവം പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് നമുക്ക് വരച്ചു കാണിക്കുകയാണ്. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ സ്നേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. സ്നേഹം എന്താകുന്നു എന്നും സ്നേഹം എന്താകുന്നില്ല എന്നും അവിടെ പറയുകയാണ്. അതിലെ ആദ്യത്തെ 4-ാമത്തെ വാക്യത്തിലാണ് പറഞ്ഞത് സ്നേഹം എന്താകുന്നു. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ സ്നേഹം അസൂയപ്പെടുന്നതുമില്ല. ഈ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നതാണ് സ്നേഹം അസൂയപ്പെടുന്നില്ല എന്നാണ് പറയുന്നത്. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ കണ്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും ഒക്കെ അസൂയ പൂണ്ടിട്ടാണ് അവനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ജോസഫിന്റെ സഹോദരങ്ങൾക്കും ജോസഫിനോട് അസൂയ ഉണ്ടായിട്ടാണ് ജോസഫിനെ പിടിച്ച് പൊട്ടക്കുഴിയിൽ ഇടുന്നത്. ഇവിടെ പറയുകയാണ് സ്നേഹം അസൂയപ്പെടുന്നില്ല എന്ന് പറയുകയാണ്. ഞാൻ ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിൽ കൂടി അല്പകാര്യം കൂടി ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ജോസഫിനുള്ള ബന്ധത്തിൽ 1 കൊരിന്ത്യർ 13 വിശകലനം ചെയ്ത് ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 45-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ. അപ്പോൾ ചുറ്റും നിൽക്കുന്നവരുടെ മുമ്പിൽ തന്നെത്താൻ അടക്കുവാൻ വഹിയാതെ എല്ലാവരെയും എന്റെ അടുക്കൽ നിന്ന് പുറത്താക്കുവൻ എന്ന് യോസേഫ് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ യോസേഫ് തന്റെ സഹോദരന്മാർക്ക് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആരും അടുക്കൽ ഉണ്ടായിരുന്നില്ല. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. മിസ്രയീമ്യരും ഫറവോന്റെ ദ്രോഹവും അത് കേട്ടു. അവൻ ഉച്ചത്തിൽ കരഞ്ഞു. യോസേഫ് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു എന്ന് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. സ്നേഹം മറഞ്ഞിരിക്കുന്നതല്ല, സ്നേഹത്തിന് മറഞ്ഞിരിക്കാൻ കഴിയുകയില്ല. അത് സ്നേഹത്തിന്റെ സ്വഭാവ സവിശേഷതയാണ്, അതിന്റെ ക്യാരക്ടർ തന്നെയാണ്. യോസഫ് തന്നെ താൻ വെളിപ്പെടുത്തുന്നതിന് കാരണം യോസഫിൽ നിറഞ്ഞു നിൽക്കുന്നതായിരിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹം കൊണ്ട് ജോസഫ് പൊട്ടിക്കരയുന്നു എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. അല്ലെങ്കിൽ അപ്പോൾ സ്നേഹത്തിന് ഒരു നനവുണ്ട് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. സ്നേഹമുണ്ടെങ്കിൽ കണ്ണുനീരിന്റെ നനവുണ്ടായിരിക്കും. അത് വെളിപ്പെട്ട സ്നേഹമാണ്, അത് കണ്ണുനീരിന്റെ നനവുള്ള സ്നേഹമാണ്. പ്രിയരെ, നാം വേദനിച്ച്, നാം ഭാരപ്പെട്ട്, നാം ഭയപ്പെട്ട് അതാത് സ്ഥലങ്ങളിൽ ഇരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതായ കാര്യം 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി വെളിപ്പെട്ടതായിരിക്കുന്ന ദൈവ സ്നേഹം അത് നനവുള്ള സ്നേഹമായിരുന്നു. ഹല്ലേലൂയ. അവൻ ബഥാനിയയിൽ കടന്നു വന്നപ്പോൾ, അവൻ ബഥാനിയയിൽ ലാസറിന്റെ വീട്ടിൽ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ ലാസറിന്റെ മരണത്തെങ്കിൽ മാർത്തയും മറിയയും കരയുമ്പോൾ, അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാര് കരയുമ്പോൾ യേശു കരഞ്ഞു, യേശു കണ്ണീർ വാർത്തു. അത് കണ്ടിട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന പുരുഷാരൻ പറയുന്നു, കണ്ടോ ഇവന് അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു, കണ്ടോ ഇവന് അവനോട് എത്ര സ്നേഹമുണ്ടായിരുന്നു. അതെ, സ്നേഹമുണ്ടെങ്കിൽ നനവുണ്ടാകും. കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു അവിടെ കരുതായിട്ട് നമുക്ക് കാണാൻ കൊണ്ട് കഴിയുന്നുണ്ട്. ദാവീദും യോനാഥാനും തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധത്തെ നാം മനസ്സിലാക്കുന്ന സമയത്ത്, അവർ വിട്ടുപിരിയുന്നതായ സമയത്ത് അവർ കെട്ടിപ്പിടിച്ച് ഒട്ടിക്കരയുന്നതായിരിക്കുന്ന ഒരു ഭാഗം, സ്നേഹത്തിൻ്റെതായിരിക്കുന്ന ആ വലിയ നനവിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിലും അത് തന്നെയാണ് കാണുന്നത്. സ്നേഹത്തിന് കണ്ണുനീരിന്റെ നനവുണ്ട് എന്ന് കാണുവാൻ കൊണ്ട് കഴിയും. പ്രിയരെ, ഇന്ന് കണ്ണുനീരില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ്, കരയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എങ്കിലും ഓർത്തുകൊള്ളുക, സ്നേഹം നമ്മുടെ ഉള്ളെങ്കിൽ ഉണ്ടെങ്കിൽ, ആ സഹോദര സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ കത്തുന്നുണ്ടെങ്കിൽ അതിനൊരു നനവുണ്ട് എന്ന് നമുക്ക് കാണാൻ കൊണ്ട് കഴിയും. അതിന് കാരണമാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു. ലവ് ഈസ് പേഷ്യന്റ് ആൻഡ് കൈൻഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്നേഹം, ഹല്ലേലൂയ, അത് പേഷ്യന്റ് ആണ്, അത് ക്ഷമിക്കുന്നതാണ്. എന്തുകൊണ്ട് ജോസഫിന് തന്നെത്താൻ വെളിപ്പെടുത്തുവാൻ ഇടയായി തീർന്നു? എന്തുകൊണ്ട് ജോസഫ് പൊട്ടിക്കരയുന്നു എന്ന് ചോദിക്കുമ്പോൾ ജോസഫിന്റെ ഹൃദയത്തിൽ കൈപ്പേറിയതൊന്നുമില്ല, കൈപ്പേറിയ ഒരു പേരുകളുമില്ല. തന്റെ സഹോദരങ്ങളെ കുറിച്ചുള്ളതായിരിക്കുന്ന സ്നേഹം തന്റെ ഹൃദയത്തിൽ അടിവേരിട്ടിരുന്നു, അത് ആഴത്തിൽ ഇറങ്ങിയിരുന്നു. താൻ തന്റെ സഹോദരങ്ങളെ കാണുവാൻ കടന്നു വന്നപ്പോഴും, തന്നെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടപ്പോഴും, തന്നെ ഇശ്മായേലിയർക്ക് വിറ്റപ്പോഴും, താൻ പൊത്തിഫേറിന്റെ ഭവനത്തിലായിരുന്നപ്പോഴും, താൻ ഫറവോന്റെ കാരാഗൃഹത്തിലായിരുന്നപ്പോഴും, പിന്നീട് കൊട്ടാരത്തിലായിരുന്നപ്പോഴും, ഉന്നത പദവികൾ, താഴ്ചയും ഉയർച്ചയും തന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും തന്റെ സഹോദര സ്നേഹത്തിന് കുറവ് പറ്റാതെ, ഹല്ലേലൂയ, അവൻ
ഒറ്റക്കിടക്കൽ കിടന്ന് കരഞ്ഞത് ഒരുപക്ഷെ അവന്റെ വിടുതലിന് വേണ്ടിയല്ല, അവന്റെ സഹോദരന്മാരോടുള്ള സ്നേഹമാണ്. അതേ കൊട്ടാരത്തിൽ ഉന്നത സിംഹാസനത്തിൽ ഇരിക്കുമ്പോഴും അവന്റെ ഹൃദയം കത്തിയത് സഹോദര സ്നേഹത്തിന്റെ കനിവായിരുന്നു. അത് കണ്ണുനീരായിട്ട് പുറത്തു വന്നു. അവൻ അടക്കുവാൻ തക്കവണ്ണം കഴിയാതെ ഫറവോന്റെ ഗൃഹമൊക്കെ കേൾക്കത്തക്കവണ്ണം ഉച്ചത്തിൽ നിലവിളിക്കുന്നതായിരിക്കുന്ന ജോസഫിനെ കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. ആ സ്വഭാവം നമുക്ക് നെഹമ്യാവിൽ കാണുന്നു. എന്നാൽ അതിന്റെ മൂർത്തിഭാവം നമുക്ക് കാണുവാൻ കഴിയുന്നത് വാഴ്ത്തപ്പെട്ടവനായിരിക്കുന്ന നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി കരയുന്നവനായിരിക്കുന്ന കർത്താവ്. ഹല്ലേലൂയ. ആ കർത്താവിനെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കേണ്ടത് ആവശ്യമാണ്. സ്നേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് 4-ാമത്തെ വാക്യത്തിൽ യോസേഫ് പറയുകയാണ് സഹോദരന്മാരോട്, ഇങ്ങോട്ട് അടുത്തു വരുവിൻ എന്ന് പറഞ്ഞു. ചേർത്ത് നിർത്തുന്നതായിരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹം അതിന് നനവ് മാത്രമായിട്ടുള്ളതല്ല. അല്ലെങ്കിൽ ദീർഘമായി ക്ഷമിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ലവ് ഈസ് പേഷ്യന്റ് എന്ന് പറയുന്നത് കൊണ്ട് അത് ചേർത്ത് നിർത്തുന്ന സ്നേഹമാണ്. സഹോദരങ്ങളെ, നിങ്ങൾ എന്റെ അടുക്കിലേക്ക് വരുവിനെന്ന് അല്ലെങ്കിൽ സ്നേഹത്തോടെ ആർദ്രതയോടെ വിളിച്ചു പറയുകയാണ്. ഭയപ്പെട്ടു നിൽക്കുന്ന, ഭ്രമിച്ചു നിൽക്കുന്ന സഹോദരങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയുവാൻ തക്കോണം അല്ലെങ്കിൽ അവർ ആശങ്കപ്പെട്ടിരിക്കുമ്പോൾ പറയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ എന്റെ അടുക്കിലേക്ക് വരുവൻ. ചേർത്ത് നിർത്തുന്നതായിരിക്കുന്ന ബൈൻഡിങ് ടുഗദർ വിത്ത് ലവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബൈൻഡേഴ്സ് ടുഗദർ ആ പാട്ട് നമ്മൾ പാടുന്നതാണല്ലോ. ദൈവസ്നേഹത്താൽ നമ്മളെ ബന്ധിപ്പിക്കുകയാണ്. സ്നേഹം നമ്മളെ ബന്ധിപ്പിക്കുന്നതാണ്. അതെ, ഏറെ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ അവരെ ചേർത്ത് നിർത്തുകയാണ്, അവരെ അടയ്ക്കുകയാണ്. കർത്താവിൽ പ്രിയരെ, അങ്ങനെ ഒരു സ്നേഹം നമ്മൾ കാണുന്നത് നമ്മുടെ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിലാണ്. തന്നെ ഒറ്റുകൊടുക്കുന്ന യൂദ തന്നോടൊപ്പം ഉണ്ടായിരുന്നു. തന്നെ തള്ളിപ്പറയുന്ന ശിമോനും തന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവിന്റെ സ്നേഹം അവരെയൊക്കെ ചേർത്ത് നിർത്തുന്നതായ സ്നേഹമായിരുന്നു. അതിനാരെയും കർത്താവ് മാറ്റി നിർത്തുകയില്ല. അത് കർത്തൃമേശയെങ്കിലാണെങ്കിലും കർത്താവ് അവരെ ചേർത്ത് നിർത്തുന്നതായിരിക്കുന്ന ദൈവസ്നേഹമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഓർത്തുകൊള്ളുക, സ്നേഹത്തിന്റെ സ്വഭാവം അത് ചേർത്ത് നിർത്തുന്നതാണ്, അത് അകറ്റി നിർത്തുന്നതല്ല. കരം കൊടുക്കുന്നതായിരിക്കുന്ന സ്നേഹം. നല്ല ശമരിയക്കാരനെ നമ്മൾ കാണുമ്പോഴും അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റൊന്നുമല്ലല്ലോ. അല്ലെങ്കിൽ പലരും അവന്റെ അവസ്ഥ കണ്ടിട്ട് മാറിക്കടന്നു പോകുമ്പോൾ ചേർത്ത് നിർത്തുവാൻ മനസ്സുള്ളതായിരിക്കുന്ന ഒരു നല്ല ശമരിയക്കാരനെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. 5-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ജോസഫ് പറയുകയാണ്, എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചതാകുന്നു. എന്നെ ഇവിടെ വിറ്റത് കൊണ്ട് നിങ്ങൾ വ്യസനിക്കേണ്ട. പിന്നീട് ചെയ്യുന്നതാണ് ഈ സ്നേഹത്തിൻ്റെതായിരിക്കുന്ന ആ സ്വഭാവമാണ്. അത് ധൈര്യപ്പെടുത്തുന്നതാണ്, അത് ഭീഷണിപ്പെടുത്തുന്നതല്ല, അത് ഭീതിപ്പെടുത്തുന്നതല്ല, അത് ഭയപ്പെടുത്തുന്നതല്ല, അത് തകർക്കുന്നതല്ല, അത് നശിപ്പിക്കുന്നതല്ല. പിന്നെയോ അത് ധൈര്യപ്പെടുത്തുന്നതാണ്. ഹല്ലേലൂയ. ആ സ്നേഹമാണ് നമുക്കിവിടെ കാണാതെ കൂടെ കഴിയുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവിന്റെ വാക്കുകൾ ഓരോന്നും എടുത്ത് നാം പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മളെ ധൈര്യപ്പെടുത്തുന്ന, നമ്മളെ ശക്തിപ്പെടുത്തുന്ന, നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമുക്ക് കൃപമേൽ പകർന്നു തരുന്ന അവന്റെ വാക്കുകൾ. എമ്മോസിലേക്ക് കടന്നു പോയതായിരിക്കുന്ന ശിഷ്യന്മാർ പറയുന്നുണ്ടല്ലോ, അവൻ വഴിയിൽ വെച്ച് പൊരിൽ നമ്മളോട് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ ഹൃദയം, നമ്മുടെ ഉള്ളിൽ കത്തുകയല്ലായിരുന്നുവോ? അങ്ങനെയുള്ളതായിരിക്കുന്ന ധൈര്യം പകർന്നു തരുന്നതായിരിക്കുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ടായെന്ന് നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. മോശ മരിച്ചതിന് ശേഷം ദൈവമായിരിക്കുന്ന കർത്താവ് യോശുവയോട് പറയുകയാണ്, നീ ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രമിരിക്ക, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. സാന്നിധ്യം തന്ന്, ആലോചന തന്ന്, കൃപ തന്ന്, ആത്മാവിനെ തന്ന് നമ്മളെ ധൈര്യപ്പെടുത്തുന്നവനായിരിക്കുന്ന ദൈവം. സ്നേഹത്തിന്റെ സ്വഭാവമാണ്, ക്യാരക്ടറാണ് ധൈര്യപ്പെടുത്തുക എന്നുള്ളത്. ഈ നാടുകളിൽ നാം മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുന്നവരാണോ, ഭീതിപ്പെടുത്തുന്നവരാണോ, ഭയപ്പെടുത്തുന്നവരാണോ, പണിയുന്നവരാണോ, നശിപ്പിക്കുന്നവരാണോ, ധൈര്യപ്പെടുത്തുന്നവരാണോ? ഏത് സ്നേഹമാണ് നമുക്കുള്ളത്? ദൈവസ്നേഹം നമുക്കുണ്ടെങ്കിൽ, ജോസഫിന്റെ സ്നേഹം നമുക്കുണ്ടെങ്കിൽ, ക്രിസ്തുവിന്റെ സ്നേഹം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ സഹോദരങ്ങളോട് പറയും, നിങ്ങൾ എന്റെ ചാരത്തോട്ട് വാ, നിങ്ങൾ എന്റെ അടുത്തോട്ട് വാ, എന്നോടൊന്ന് ചേർന്ന് നിന്നാട്ടെ എന്ന് പറഞ്ഞ് അവരെ ധൈര്യപ്പെടുത്തുന്നതായിരിക്കുന്ന സ്നേഹം നമുക്ക് അവിടെ കാണാൻ നോക്കാൻ കഴിയുന്നുണ്ട്. 7-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചിരിക്കുന്നു. ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപേ അയച്ചിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജീവൻ രക്ഷിക്കുന്ന സ്നേഹം. ഹല്ലേലൂയ. ലൈഫ് സേവിംഗ് ആണ് ഈ സ്നേഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ജോസഫ് പറയുകയാണ്, നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ദൈവം എന്നെ അയച്ചിരിക്കുകയാണ്. പ്രിയരെ,
ആ സ്നേഹത്തിൻ്റെതായിരിക്കുന്ന ഏറ്റവും മഹത്വമേറിയതായിരിക്കുന്ന അനുഭവം നമുക്ക് കാണുവാൻ നമുക്ക് കഴിയുന്നത് കാൽവറി ക്രൂശിൽ. ഹല്ലേലൂയ. അരുമനാഥൻ നമുക്ക് വേണ്ടി ക്രൂശിൽ തരുന്നതും അവൻ നമുക്ക് വേണ്ടി അടിയേറ്റതും അവൻ നമുക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ടതും അപമാനിക്കപ്പെട്ടതും മനസ്സോടെ കുരിശിലേക്ക് കയറിയതിന് കാരണം അവൻ നമുക്ക് വേണ്ടി ജീവൻ തരുവാൻ തക്കവണ്ണമുള്ള ഒരുക്കത്തോടു കൂടിയായിരുന്നു. ജീവൻ നൽകുന്നതായിരുന്ന, ജീവൻ തന്നെ രക്ഷിക്കുന്ന സ്നേഹമാണ് നമുക്കിവിടെ കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. ജോസഫ് അനേക പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയി. ജോസഫ് അനേക പ്രയാസങ്ങളിൽ കൂടി കടന്നുപോയി. ജോസഫ് ഏകനായി തീർന്ന വേളകൾ ഉണ്ടായിരുന്നു. ജോസഫിനെ ആശ്വസിപ്പിക്കുവാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. സഹോദരങ്ങളുടെ സാന്നിധ്യമോ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യമൊന്നുമില്ല. ഒരു പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ വാക്കുപോലെ പലപ്പോഴും അവൻ ക്വാറന്റൈനായി പോയതായിരിക്കുന്ന അവസ്ഥയായിരുന്നു അവന്റെ ജീവിതത്തിലുണ്ടായിരുന്നത്. എന്നാൽ അവിടെയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അവൻ ക്വാറന്റൈനിലായി പോയ എല്ലാ സാഹചര്യങ്ങളിലും ദൈവം യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു എന്ന് ദൈവത്തിന്റെ വചനം അടിവരയിട്ട് പറയുകയാണ്. അവൻ കൊട്ടക്കിണറ്റിലായിരുന്നപ്പോഴും, അവൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോഴും, അവൻ കൊത്തിപ്പേറിന്റെ ഭവനത്തിലായിരുന്നപ്പോഴും, അല്ലെങ്കിൽ അവനായിരുന്ന ഇടങ്ങളിലൊക്കെ യഹോവയുടെ സാന്നിധ്യം അവനുണ്ടായിരുന്നതിന് കാരണം ഹല്ലേലൂയ, സഹോദര സ്നേഹമുള്ളവന് മാത്രമേ ദൈവസ്നേഹമുള്ളൂ. സഹോദരനെ സ്നേഹിക്കുന്നവൻ തീർച്ചയായിട്ടും ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്. സഹോദരനെ പകയ്ക്കുന്നവൻ കുലപാതകനെന്ന് സ്നേഹത്തിന്റെ അപ്പോസ്തലൻ പറയുകയാണ്. അതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ഈ ജീവൻ കൊടുക്കുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളതായിരിക്കുന്ന ഒരു വ്യക്തിയായി ജോസഫ് മാറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോസഫിന്റെ സ്നേഹം സഹോദരങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുവാൻ തക്കവണ്ണം ഒരുക്കമുള്ളതാണ്. അവർക്ക് വേണ്ടി മരിക്കുവാൻ തക്കവണ്ണം തയ്യാറായി നിൽക്കുന്ന ഒരു സഹോദരനെ 2000 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിൽ പ്രിയരെ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നതായിരിക്കുന്ന ദൈവ സ്നേഹം, ആ സ്നേഹത്തിൽ നാം കണ്ടതാണ് അത് ജീവൻ രക്ഷിക്കുന്ന സ്നേഹമാണെന്ന്. നമ്മുടെ ആരുടെയും ശ്രേഷ്ഠത കൊണ്ടോ, നമ്മുടെ ആരുടെയും എടുത്തുകൊണ്ടോ, നമ്മുടെ ആരുടെയും കഴിവ് കൊണ്ടോ ഒന്നുമല്ലല്ലോ നാം ആയിരുന്ന നമ്മുടെ അവസ്ഥ എന്നത് നമുക്കറിയാം. ഇന്ന് നാം ആയിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, ഞാൻ ആകുന്നത് അവന്റെ കൃപയാലാകുന്നു. അവൻ നമ്മളെ സ്നേഹിച്ച സ്നേഹം എത്ര വലുതാണ്, എത്ര അതിശയകരമാണ്. സ്നേഹത്തിന്റെ പാട്ടുകൾ, അനേക മനോഹരമായിരിക്കുന്ന പാട്ടുകൾ, അതിശയമേ എന്നുള്ള പാട്ടുകൾ അടക്കമുള്ളതായിരിക്കുന്ന ദൈവസ്നേഹം വർണ്ണിക്കുന്ന പാട്ടുകൾ അത് എത്രയധികം ഉണ്ട് എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഈ ദിവസങ്ങളിലൊക്കെ മനോഹരമായിരിക്കുന്ന അങ്ങനെയുള്ള പാട്ടുകൾ, ജീവൻ രക്ഷിച്ച് നമ്മളെ സ്നേഹിക്കുന്നതായിരിക്കുന്ന ആ ദൈവസ്നേഹത്തെ നാം തീർച്ചയായിട്ടും ഉയർത്തേണ്ടത് ആവശ്യമാണ്. ഇവിടെ പറയുകയാണ്, ഭൂമിയിൽ നിങ്ങൾക്ക് സമ്പത്ത് ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. നമ്മൾക്ക് വേണ്ടി അയക്കപ്പെട്ടതായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു അവന്റെ സ്നേഹത്തിന്റെ സ്വഭാവമായിരുന്നു നമ്മുടെ ജീവൻ രക്ഷിക്കുക. അതിനുവേണ്ടി അവൻ ക്രൂശിൽ പരമയാഗമായി തീർന്നു. അതിന്റെ അവസാനം നമുക്ക് കാണാൻ തക്കോണം കഴിയുന്നത് 14-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നുണ്ട്, അവൻ തന്റെ അനുജൻ ബെന്യാമീനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ബെന്യാമീൻ അവനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അവൻ സഹോദരന്മാരെ ഒക്കെ ചുംബിച്ചു, കെട്ടിപ്പിടിച്ചു കരഞ്ഞു. അതിനുശേഷം സഹോദരന്മാർ അവനുമായി സല്ലാപിച്ചു. എത്ര ശ്രേഷ്ഠകരമായിരിക്കുന്ന നിലയിലാണ് അവിടെ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് അവസാനിപ്പിക്കുന്നില്ലല്ലോ, തന്റെ സഹോദരങ്ങൾക്കെല്ലാം അവകാശം കൊടുക്കുന്ന ജോസഫിനെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയരെ ഓർത്തുകൊള്ളുക, ഈ സ്നേഹത്തിൽ നിന്ന് ലഭിക്കുന്ന അതിന്റെ അവസാനത്തെ പോയിന്റാണ് അവകാശം കൊടുക്കുന്നതായിരിക്കുന്ന അവസ്ഥ. തന്റെ സഹോദരങ്ങൾക്കെല്ലാം അവകാശം കൊടുക്കുവാൻ തക്കവണ്ണം ജോസഫ് അവിടെ ഒരുങ്ങി നിൽക്കുകയാണ്. മക്കളെ ആക്കി തീർത്തതായിരിക്കുന്ന ദൈവസ്നേഹം നമുക്ക് എങ്ങനെ മറക്കുവാൻ കഴിയും? ഹല്ലേലൂയ. പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ തക്കവണ്ണം നമ്മളെ പുത്രന്മാരും പുത്രിമാരും ആക്കി തീർത്തതായിരിക്കുന്ന, നമ്മളെ അവകാശികളാക്കിയ, ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശികളാക്കിയ ദൈവസ്നേഹത്തെ നമുക്ക് എങ്ങനെ മറക്കുവാനായിട്ട് കഴിയും? അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, സ്നേഹം ദയ കാണിക്കുന്നു. ഹല്ലേലൂയ. സ്നേഹം അസൂയപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എന്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്, ഈ നാളുകൾ നമുക്ക് നമ്മളെ ഒന്ന് ശോധന ചെയ്യാം. സഹോദരങ്ങളോടുള്ള നമ്മുടെ സ്നേഹം അത് എത്രത്തോളം ആഴത്തിലുള്ളതാണ്. ഹല്ലേലൂയ. നമ്മുടെ സ്നേഹത്തിന് ഒരു കണ്ണുനീരിന്റെ നനവുണ്ടോ? നമ്മുടെ സ്നേഹം ചേർത്ത് നിർത്തുന്നതാണോ? നമ്മുടെ സ്നേഹം ധൈര്യപ്പെടുത്തുന്നതാണോ? നമ്മുടെ സ്നേഹം സഹോദരങ്ങൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതാണോ? നമ്മുടെ സ്നേഹത്തിൽ അവർക്ക് ലഭിക്കേണ്ടതായിരിക്കുന്ന, അവർക്ക് കൊടുക്കേണ്ടതായിരിക്കുന്ന അവകാശം നമ്മുടെ കൃപയാൽ കൊടുക്കുവാൻ നാം ഒരുക്കമാണോ? ജോസഫിൽ കൂടി നാം അത് കാണുകയാണ്. അതിനെല്ലാം കാരണം
1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യമാണ്, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, സ്നേഹം ദയ കാണിക്കുന്നു, സ്നേഹം അസൂയപ്പെടുന്നില്ല. താഴോട്ടുള്ള കാര്യങ്ങളിൽ കടക്കുവാൻ സമയമില്ലല്ലോ. എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമമിടുമ്പോൾ പ്രിയരെ ഓർത്തുകൊള്ളുക, ക്രിസ്തുവിന്റെ സ്നേഹത്തിന് മുമ്പിൽ നമ്മുടെ തലകളെ നമുക്ക് നമിക്കാം. ക്രിസ്തു മാത്രമാണ് നമുക്ക് മാതൃകയാക്കുവാനുള്ളത്. ആ ദൈവസ്നേഹം എത്ര വലുതാണ്! 1 യോഹന്നാൻ ലേഖനം നാം വായിക്കുമ്പോൾ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മഹത്വമേറിയ സ്നേഹത്തെ കുറിച്ച് പറയുന്നു. നാം സ്നേഹം പഠിച്ചത് ക്രിസ്തുവിൽ നിന്നാണ്. നമ്മൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത, തന്റെ പ്രാണനെ ഏൽപ്പിച്ചു തന്ന കർത്താവിന്റെ മാറോടണെന്ന് ശിഷ്യൻ പറയുകയാണ്, നമുക്ക് ലഭിച്ചതായിരിക്കുന്ന ആ സ്നേഹം, നാം അനുഭവിച്ചതായ സ്നേഹം ക്രിസ്തുവിന്റെ സ്നേഹമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. അതെ, ഈ കർത്താവിന്റെ സ്നേഹം ഈ ദിവസങ്ങളിൽ നമ്മളെ നിർബന്ധിക്കട്ടെ. ഹല്ലേലൂയ. ധൈര്യപ്പെടുത്തുവാൻ, കൂടെ നിർത്തുവാൻ, ഹല്ലേലൂയ, മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുവാൻ, മറ്റുള്ളവർക്ക് ലഭിക്കേണ്ടതായ നന്മകൾ, നമുക്ക് ചെയ്യുവാൻ ഒക്കുന്നതായിരിക്കുന്ന നന്മകൾ സ്നേഹത്തിന്റെ പ്രദർശനമായി തീരുവാൻ തക്കോണം, സ്നേഹത്തിന്റെ സ്വഭാവം പ്രദർശിപ്പിക്കുവാൻ തക്കോണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും അതാത് സ്ഥലങ്ങളിൽ സർവശക്തനായ കർത്താവ് തന്റെ ചിറകിന്റെ കീഴിൽ ഭദ്രമായി സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് ബഹുമാനപ്പെട്ട KS ജെയിംസ് അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ, സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ, എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസാലെന്നെ നിറയ്ക്കണമേ. എന്നിൽ നിൻ സ്വഭാവം പകരണമേ, ദിവ്യ തേജസാലെന്നെ നിറയ്ക്കണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനാ, ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മാവൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ, ആത്മാവൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ, ആത്മദായക നിരന്തരമായ ആത്മദാനങ്ങൾ പകരണമേ. ആത്മദായക നിരന്തരമായ ആത്മദാനങ്ങൾ പകരണമേ. എല്ലാം അങ്ങേ മഹത്വത്തിനായി, എല്ലാം അങ്ങേ പുകഴ്ചയ്ക്കുമായി തീർന്നിടേണം പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, തീർന്നിടേണമേ പ്രിയനേ. തിരുനാമമുയർന്നിടട്ടെ, എല്ലാം അങ്ങേ മഹത്വത്തിനായി. നമുക്ക് പ്രാർത്ഥിക്കാം. തലകളെ വണങ്ങാം, കണ്ണുകളെ അടയ്ക്കാം. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അങ്ങയുടെ തിരുപാദത്തിൽ ഈ ഞായറാഴ്ച രാവിലെ സമയം മുതൽ ഈ സമയം വരെ ഞങ്ങൾക്ക് ചിലവഴിപ്പാൻ തക്കവണ്ണ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ആരാധനയുടെ ആരംഭം മുതൽ അവസാനം വരെ വ്യാപരിച്ച ദൈവകൃപയ്ക്കായി നന്ദി കർത്താവേ. അങ്ങ് എഴുന്നള്ളി ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. അവിടുത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ നിറച്ചതിനായി സ്തോത്രം. അവിടുത്തെ വചനത്താൽ ഞങ്ങളെ നിറച്ചതിനായും ഉറപ്പിച്ചതിനായും ധൈര്യപ്പെടുത്തതിനായും സ്തോത്രം കർത്താവേ. അങ്ങയുടെ സന്നിധിയിലെ കഴിക്കുന്ന നിമിഷങ്ങള് വേറെ 1000 ദിവസങ്ങളെക്കാൾ ഉത്തമമാണല്ലോ. സ്തോത്രം. അങ്ങയുടെ വചനം ഞങ്ങളുടെ കാലിന് ദീപവും ഹല്ലേലൂയ ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശവുമായിരിക്കാൻ ശ്രദ്ധിക്കും. തെന്നിനേക്കാളും തെൻകട്ടേക്കാളും മധുരമേറിയ വചനം ഇന്ന് പകൽക്കാലം അങ്ങയുടെ ദാസനിൽ കൂടെ പ്രിയപ്പെട്ട കർത്താവെ അച്ഛനിൽ കൂടെ ഞങ്ങളെ കേൾക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കും. സ്നേഹത്തിന്റെ കർത്താവെ ആഴത്തെ പറ്റി വളരെ വ്യക്തമായി ഞങ്ങളുടെ ദാസനിൽ കൂടെ ഞങ്ങളെ കേൾക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം കർത്താവെ. ജോസഫിന്റെ ജീവിതാനുഭവങ്ങൾ കൂടെ സ്നേഹം അസൂയപ്പെടുന്നില്ല, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം കർത്താവെ ദോഷം കണക്കിടുന്നില്ല, സ്നേഹം ക്ഷമിക്കുന്നുവെന്ന് ഞങ്ങളെ കേൾക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ജോസഫിന്റെ അനുഭവത്തിൽ കൂടെ ആ സ്നേഹം കണ്ണുനീരില് കർത്താവെ നനച്ചുകൊണ്ട് തന്റെ സഹോദരന്മാർക്ക് പ്രകടമാക്കി കൊടുത്ത ജോസഫിന്റെ ജീവിതത്തിന്റെ സ്നേഹത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ യേശു തമ്പുരാൻ അതിലുപരിയായി ഞങ്ങളെ കർത്താവെ കണ്ട്, ഞങ്ങളുടെ വേദന കണ്ട്, ലാസറിന്റെ വേദന കണ്ട്
കണ്ണുനീര് നനയ്ക്കുന്നവരാണെന്ന് ഞങ്ങളെ കേൾക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ. മാത്രമല്ല സ്നേഹം അടുത്ത് നിർത്തുന്നതാണെന്ന് ഞങ്ങളെ കേൾക്കുന്നതിനായി സ്തുതിക്കുന്നു. ചാരത്ത് കടന്നു വരുന്ന ആ സ്നേഹത്തിനായി സ്തോത്രം. എന്റെ സഹോദരന്മാര് തന്നെ കർത്താവെ നിന്ദിച്ചിട്ടും, എന്റെ സഹോദരന്മാർ ദോഷമായിട്ട് വിചാരിച്ചിട്ടും, ദോഷമായത് ചെയ്തിട്ടും ഹല്ലേലൂയ അവരെ അടുത്ത് ഹല്ലേലൂയ കൊണ്ടുവരുവാൻ, ചാരത്ത് കൊണ്ടുവരുവാൻ മനസ്സിലാണ് ജോസഫിന്റെ ജീവിതത്തിനായി നന്ദിയോടെ സ്തോത്രം. അതിലുപരിയായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു തന്റെ കാൽവരി സ്നേഹം കൊണ്ട് തന്റെ ചാരത്തേക്ക് ഞങ്ങളെ അണച്ചതിനായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. ലോകാവസാനത്തോളം കൂടെ ഉണ്ടെന്ന്, ചാരയുണ്ടെന്ന് ഞങ്ങളെ ഓർപ്പിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. മാത്രമല്ല ജോസഫിന്റെ സ്നേഹം ധൈര്യപ്പെടുന്നതാണെന്ന് ഞങ്ങളെ കേൾപ്പിച്ചില്ല കർത്താവേ. തന്റെ സഹോദരന്മാര് വളരെ തളർന്നു പോയി മുൻപോട്ട് പോകുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ച രംഗങ്ങളില് ആ സ്നേഹം അവരെ ധൈര്യപ്പെടുത്തുന്നതിനായി സ്തോത്രം. യേശുവിന്റെ ശിഷ്യന്മാരും ക്ഷീണരായ കർത്താവേ, അവര് തളർന്നുപോയി കർത്താവേ. മുൻപോട്ട് എങ്ങനെ പോകും എന്ന് ചിന്തിച്ച രംഗങ്ങളിൽ ഹല്ലേലൂയ യേശു തമ്പുരാന് ഉയർത്തെഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്ന് ഹല്ലേലൂയ ഭ്രമിച്ചു പോകേണ്ട, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് അങ്ങോട്ട് ധൈര്യത്തിനായി സ്തോത്രം. ഈ കൊറോണ ഭീതി ലോകമായിരിക്കുമ്പോ ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന യേശുവിന്റെ സ്നേഹത്തിനായി സ്തോത്രം കർത്താവേ. ആ സ്നേഹം ആര് ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും ഞങ്ങളുടെ ചാരത്തുള്ളതിനായി നന്ദിയോടെ സ്തോത്രം. ജോസഫിന്റെ സ്നേഹം ജീവൻ കർത്താവെ നൽകുന്ന സ്നേഹമായിരുന്നെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ. ഹല്ലേലൂയ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ തന്റെ ജീവൻ തന്നുകൊണ്ട് ഞങ്ങളുടെ നിത്യജീവൻ സാധ്യമാക്കിയതിനായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. മാത്രമല്ല കർത്താവെ അവകാശം കൊടുക്കുന്ന സ്നേഹത്തിനായി സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്കും സ്വർഗത്തില് ഒരവകാശം ഒരുക്കിയ സ്തോത്രം. ഹല്ലേലൂയ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുക, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ വിരുത്തേണ്ടതിന് വീണ്ടും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തു എന്ന് പറഞ്ഞ് നിത്യമായ അവകാശം കർത്താവിനായി സ്തോത്രം. ജോസഫ് സഹോദരന്മാർക്ക് ഈ ഭൂമിയിൽ അവകാശം കൊടുത്തെങ്കിൽ ജോസഫിലും വലിയവൻ ഞങ്ങൾക്ക് അവകാശങ്ങൾക്കായി സ്തോത്രം കർത്താവേ. ഈ കൊറോണ ഭീതിയില് കർത്താവ് ലോകം ദുഃഖിക്കുമ്പോ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ മാത്രമല്ല കർത്താവെ ഇവിടെ നിന്ന് ഒരു പക്ഷെ ഞങ്ങൾക്ക് പോകേണ്ടി വന്നാലും നിത്യമായൊരു അവകാശമുണ്ടെന്ന്, നിത്യമായൊരു സ്വർഗമുണ്ടെന്ന് ഞങ്ങളുടെ കർത്താവെ നാശത്തിലേക്കല്ല, നിത്യമായി ഞങ്ങളെ സ്നേഹിച്ചവന്റെ സ്നേഹത്തിന്റെ അടുക്കത്തിലേക്കാണെന്ന ഞങ്ങളെ ഓർമ്മത്തിങ്ങൾക്കായി സ്തോത്രം. സ്നേഹം നിറഞ്ഞ ഞങ്ങളെ കർത്താവെ നിറഞ്ഞവരായി ജീവിക്കാൻ സഹായിക്കണമേ കർത്താവെ. പ്രവൃത്തിയിൽ സ്നേഹം കാണിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഭാരപ്പെടുന്നവരോട് കർത്താവെ അവരോട് ചേർന്ന് ചാരം നിൽക്കുവാൻ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടയിൽ കർത്താവെ ദുഃഖിക്കുന്നവരോട് ദുഃഖിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം, അടിയങ്ങളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ വചനം ഘോഷിച്ച് ഞങ്ങളുടെ ദാസനെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കർത്താവ് യേശുവിന്റെ വരവ് അടുത്തിരിക്കുന്നല്ലോ, ആ വരവിന് വേണ്ടി വിളക്കിനുള്ളവരായി കർത്താവെ ഒരുങ്ങിയിരിക്കാൻ സഹായിക്കണം. കാഹളനാഥിക്കല് കർത്താവെ അങ്ങോട്ട് ഒരുമിച്ച് കർത്താവെ അവിടെ നിന്ന് നിത്യതയിലേക്ക് പ്രവേശിക്കാൻ അതെന്താണ് ഞങ്ങൾ അറിയുന്നില്ലെങ്കിൽ അതിനുവേണ്ടി ഒരുങ്ങുവാൻ നിങ്ങളെ സഹായിക്കണം കർത്താവെ. ഇതുവരെ വ്യാപൃതയ്ക്കായി സ്തോത്രം. ഈ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത അബ്രാഹ്മണായും ബഹുമാനപ്പെട്ട രാജീവ സച്ചനായും കർത്താവെ ഗാനങ്ങൾ പാടി സഹായിച്ച കർത്താവെ വിശ്വാസങ്ങളുടെ കോർ മെമ്പേഴ്സിനായും എല്ലാം നീയോട് സ്തോത്രം. എല്ലാവരും അനുഗ്രഹിക്കണം കർത്താവെ. ഈ ആരാധന കണ്ട എല്ലാ പ്രിയപ്പെട്ട ആരെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഭാരവുമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കർത്താവിന്റെ സ്നേഹം അവരെ തൊട്ട് അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കുവാനാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച യഹോവയാൽ പ്രിയരെ, നാം അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന പ്രിയ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വാഴുകൾ നമ്മളോടും നമ്മളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളോടും ഈ ആത്മീയ ശുശ്രൂഷയിൽ സംബന്ധിച്ചതായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടി ഇന്ന് മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.